പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച നാടാണ് കേരളം. രക്ഷാപ്രവർത്തനത്തിൻ്റെ സമാനതകളില്ലാത്ത ഏടാണ് കേരളം തീർത്തിട്ടുള്ളത്. ഒന്നും പറയാനില്ലാത്തതിനാൽ കൊടുക്കാത്ത ബ്രെഡ് പൂത്തുവെന്ന് പറഞ്ഞ് തേഞ്ഞവരെയും അക്കാലത്ത് നമ്മൾ കണ്ടിരുന്നു. നാടിതുവരെ കാണാത്ത മഴയാണ് മഹാപ്രളയം തീർത്തത്. അക്കാലത്ത് ഡാമിലേക്ക് നോക്കി കണ്ണുമടച്ച് പ്രളയ ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന് തട്ടിവിട്ടവരെയും കണ്ടു. എന്നാൽ ഇന്ന് മനുഷ്യനിർമ്മിത ദുരന്തം എന്താണെന്ന് വി ഡി സതീശനും പി കെ ബഷീറും കാട്ടിത്തന്നു. തുരങ്കപാതയുടെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ കാഞ്ഞബുദ്ധിയുമായി ഇറങ്ങിയവർക്ക് മുന്നിൽ സർക്കാർ അനാസ്ഥയുടെ തെളിവായി സർക്കാർ രേഖ തന്നെ പുറത്തു വന്നു. കള്ളാടിയിൽ മഴക്കാലത്ത് ഏർപ്പെടുത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തെന്ന് യോഗം കൂടി തീരുമാനിച്ചിരുന്നു. ജൂൺ മാസം 25-ാം തീയതിയായിരുന്നു ആ യോഗം. 12 ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും എടുത്തില്ല. പൊലിഞ്ഞത് 4 ജീവനുകൾ. 4 പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 1,00,000 ക്യൂബിക് മീറ്റർ മണ്ണാണ് കൂട്ടിയിട്ടത്. അത് മാറ്റാൻ വേണ്ടതൊന്നും ചെയ്തില്ല. കനത്ത മഴയത്ത് ആ മണൽക്കൂന ജീവനുകൾ കവർന്ന മഹാദുരന്തമായി മാറി. കരാറുകാരായ കൊങ്കൺ റെയിൽവേ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും പി കെ ബഷീർ മന്ത്രിയെയും നമ്മൾ ഇന്ന് കണ്ടു. കേരളം ഭരിക്കുന്നത് കരാറുകാരല്ലല്ലോ, സതീശൻ സർക്കാരല്ലേ. പദ്ധതിയുടെ പൂർണ്ണ മേൽനോട്ട ചുമതല പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ്. മന്ത്രി ബഷീർ ഇത് അറിഞ്ഞില്ലേ? ഈ രേഖകളിൽ അതുണ്ട് മിനിസ്റ്റർ. മാധ്യമങ്ങളോട് കലിപ്പ് കാട്ടിയിട്ട് കാര്യമില്ല. കരാറുകാരെ പഴിച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ മറച്ചു പിടിക്കാനുമാവില്ല മുഖ്യമന്ത്രി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സി കെ ശശീന്ദ്രൻ, CPIM മുൻ MLA, ബി റജി, കോൺഗ്രസ് സഹയാത്രികൻ, രതീഷ് ചക്രപാണി, രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ആദ്യം ഇപ്പോൾ ദുരന്ത സ്ഥലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുകയാണ്. ജോഷില, ഈ രാത്രിയിലും തെരച്ചിൽ തുടരുകയാണോ? മന്ത്രിമാരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന ഒരു വിവരവും വാർത്തയായി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പൊതു വിവരം, മഴയുടെ ഒരു സ്ഥിതി എന്താണ്? അക്കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കത്തിൽ ഈ ചർച്ചയിലേക്ക് പോകും മുമ്പ് ജോഷില. ശരത്, മഴ ഇപ്പോഴും തുടരുന്ന അവസ്ഥ തന്നെയാണ്. ഇത് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ തിരച്ചിൽ തുടരാൻ അത് വീണ്ടും ആലോചിക്കേണ്ടി വരും എന്നാണ് ADM പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്കുള്ള റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് കണ്ട മറ്റൊരു ദുരന്തം 3 വർഷത്തിന് ശേഷം 3 വർഷമാകാൻ പോകുന്നു. ആ സമയത്ത് വയനാട് കണ്ട മറ്റൊരു ദുരന്തം എന്ന് വേണം പറയാൻ. എന്നാൽ അത് ഒരു പ്രകൃതി ദുരന്തമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്ന് തന്നെയാണ് മന്ത്രി ടി സിദ്ദിഖ് പറയേണ്ടി വന്നത്. ആരാണ്, എന്തുകൊണ്ടാണ് ഈ മണ്ണ് മാറ്റാതിരിക്കാൻ കാരണം എന്നുള്ള കാര്യം അതിൽ സർക്കാർ തന്നെ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് മണ്ണ് മാറ്റാൻ അവർക്ക് സാധിച്ചില്ല, ഒരു കാര്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. എന്തായാലും 3 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. അതിലപ്പുറം 4 പേരുടെ ജീവൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായി വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ രാത്രിയിലും ഇപ്പോൾ മണ്ണ് മാറ്റുന്ന മീനാക്ഷി പാലത്തിൽ നിന്നും മണ്ണ് മാറ്റി ഏകദേശം പുറത്തേക്ക് കടന്ന് റോഡിൽ നിന്നും മണ്ണ് മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ പോലും ഈ ഒരു രീതി തുടരാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മഴ വന്നു തുടങ്ങിയാൽ ഇത് ഏറെ ശ്രമകരമായിരിക്കും ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കനുസരിച്ചായിരിക്കും ആളുകൾ ഇനി മണ്ണിനടിയിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ് ADM അല്പസമയം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ദൗത്യം വളരെ ശ്രമകരമായിരിക്കും. അത് ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖ് അടക്കമുള്ള റവന്യൂ ആളുകളും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം കലക്ടറേറ്റിൽ നിന്ന് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന വലിയ വീഴ്ച, അത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി കാണണമെന്ന് പോലും നിശ്ചയിക്കാനാവാത്ത അവസ്ഥയിൽ ആണ് ഇത്തരമൊരു ദുരന്തം, വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന് വേണം പറയാൻ. അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഈ മണ്ണ് നേരത്തെ തന്നെ മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും ജീവനുകൾ പൊലിഞ്ഞു പോകുമായിരുന്നില്ല എന്നുള്ളതാണ്.
ശരി, ജോഷിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സമയം 8 മണിക്ക് ശേഷം അവിടെ നടക്കുന്ന തെരച്ചിൽ. ഇപ്പോൾ അവിടെ വീണ്ടും മഴ പൊടിക്കുന്നുണ്ട്, വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ പെയ്തത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. അവിടേക്ക് മന്ത്രിമാർ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായി എത്തിയിട്ടുണ്ട് എന്നതുകൂടിയുള്ള ഒരു പുതിയ വിവരം കൂടിയുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് പോയാൽ ആദ്യം ഞാൻ ശ്രീ ശശീന്ദ്രനിലേക്കാണ് പോകുന്നത്. കൽപ്പറ്റയുടെ മുൻ MLA ആണ്. ആ പ്രദേശമൊക്കെ നന്നായി അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി ശ്രീ ശശീന്ദ്രൻ, അതായത് ഈ കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസം 25-ാം തീയതി ചേർന്ന യോഗമെടുത്ത തീരുമാനങ്ങളുണ്ട്. അതായത് ആ യോഗം എന്ന് പറയുന്നത് കള്ളാടി മേപ്പാടി അവിടുത്തെ ഈ പ്രവർത്തന പുരോഗതി, തുരങ്കപാതയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താനും അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനുമായി നടത്തിയ സൈറ്റ് സന്ദർശനവും അതേ തുടർന്നുള്ള ചർച്ചയും തീരുമാനങ്ങളുമാണ്. അതിൽ സുപ്രധാനമായ ഒരുപാട് തീരുമാനങ്ങൾ ജൂൺ മാസത്തിൽ എടുത്തിരുന്നു. ഈ പ്രദേശത്ത് മഴ കനക്കുമ്പോൾ എന്തു ചെയ്യാം, എന്തു ചെയ്യരുത്, ഏതൊക്കെ തരത്തിൽ ആ മണൽക്കൂനയുടെ കാര്യത്തിൽ എന്തു ചെയ്യണം. അവിടെ മണൽക്കൂനയാണ്, അതായത് ഒരു ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവിടെ നിന്ന് എടുത്തിട്ടുള്ള മണ്ണ് ഒരു പ്രദേശത്ത് കൊണ്ട് കൂമ്പാരം പോലെ കൂട്ടിയിട്ടു, അതൊരു മണൽക്കൂനയായി മാറുകയായിരുന്നു. ആ മണൽക്കൂന മാറ്റണം എന്നുള്ളതാണ് ആ ചർച്ചയിൽ, ആ യോഗത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ആലോചനയും തീരുമാനവും. അന്നത്തെ ആ തീരുമാനം കഴിഞ്ഞിട്ടിപ്പോൾ എത്ര ദിവസമായി, 2 ആഴ്ച അടുക്കുന്നു. ആ തീരുമാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ ഇന്ന് സംഭവിച്ചതുപോലെ ഒരു ദുരന്തം ഒഴിവാക്കാനാകുമായിരുന്നോ ശ്രീ ശശീന്ദ്രൻ? പ്രിയപ്പെട്ട ശരത്ത്, തീർച്ചയായും ഒഴിവാക്കാൻ കഴിയുമായിരുന്നൊരു ദുരന്തമാണ് വയനാട്ടിലെ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തി 3 വിലപ്പെട്ട ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നുള്ള തൊഴിലാളികളാണവർ. അതോടൊപ്പം തന്നെ കൂടുതൽ മരണസംഖ്യ ഉയരാൻ ഇടയുണ്ട് എന്നാണ് എല്ലാവരും ഉത്കണ്ഠപ്പെടുന്നത്, ആശങ്കയായിട്ടുള്ളത്. 25-ാം തീയതിയാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗമായിരുന്നത്. അതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനം തന്നെ ശക്തമായ മഴയുണ്ടായാൽ അതിന് ആവശ്യമായ മുൻകരുതലെടുക്കണം. ആ മുൻകരുതലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവൃത്തി നിർത്തിവെപ്പിക്കണം, അവിടെയുള്ള മണ്ണ് മാറ്റണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് മാനേജ് കമ്മിറ്റി EMC എന്ന് പറയും, സുപ്രീം കോടതിയും കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയവും നമുക്ക് തുരങ്കപാതയുടെ അനുമതി തരുമ്പോൾ EMC കൃത്യമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അറിയാം. തീർച്ചയായിട്ടും സെക്രട്ടറി മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടാകും എന്നാണല്ലോ നമ്മൾ അനുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഉണ്ടാകാം. വയനാട്ടിൻ്റെ കൽപ്പറ്റയുടെ MLA മന്ത്രി കൂടിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ എന്ന നിലക്ക്, കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിമാരെന്ന നിലക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സിദ്ദിഖിനെ അറിയിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ രീതി. പക്ഷെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി പോലും അതിനുവേണ്ടി ചേർന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു ഒരു അപകടകരമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും മുൻകരുതലുകളും വേണമെന്ന് നിർദ്ദേശിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. സർക്കാരിൻ്റെ ഗുരുതര വീഴ്ചയായിട്ടേ നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് സിദ്ദിഖ് തന്നെ, മിനിസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്ന്. ആരാണ് ഉത്തരവാദി എന്നുകൂടി മന്ത്രി എന്നതിലേക്ക് അദ്ദേഹം പറയണ്ടേ. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാരണം അവിടെ നാട്ടുകാരും ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും പോലീസും NDRFും പ്രദേശവാസികളും അവിടെ നിന്നുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനം ഔദ്യോഗിക സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരങ്ങ് ആരംഭിച്ചു. അതിലെല്ലാവരും ഉണ്ടായിരുന്നു, അവിടെയുള്ള എല്ലാ ആൾക്കാരും. അതുകൊണ്ടാണ് ഇതിൻ്റെ വ്യാപ്തിയും മറ്റു കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ നമുക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട യോഗത്തിൻ്റെ തീരുമാനം ഒന്നുപോലും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മറ്റൊരു തീരുമാനമാണ് അതിശക്തമായ മഴയുണ്ടായാൽ, ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, അതിശക്തമായ മഴയുണ്ടായാൽ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്നവരെ മുഴുവൻ മാറ്റി പാർപ്പിക്കണം. ഒന്നും ചെയ്തില്ല. അവിടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി പാടില്ല. നല്ല മഴ ചെയ്താൽ 250 mm കൂടുതൽ മഴയുണ്ടായാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന നിർദ്ദേശമാണ് ആ യോഗത്തിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി നല്ല മഴയാണ്. എത്ര മഴ പെയ്തു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവിടെ രാവിലെ ആളുകളൊക്കെ പോകുമ്പോൾ തൊഴിലെടുക്കുന്ന കാണുന്നുണ്ട്. ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. തൊഴിലാളികളെന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലാളികളും ആയിരിക്കില്ല, കുറച്ച് പേരാണെങ്കിലും 10-18 പേർ തൊഴിലെടുത്തു എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. 10-18 പേർ തൊഴിലെടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ. അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിലല്ലേ നിക്ഷിപ്തമായിരിക്കുന്നത്. ആ രീതി അവർ ചെയ്യണമായിരുന്നല്ലോ. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക് ദുരന്തമുണ്ടാകുന്നൊരു നാടാണത്. അവിടെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളത് സർക്കാരിൽ നിക്ഷിപ്തമായ അടിയന്തര ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. കേവല ഉത്തരവാദിത്തമല്ല, അടിയന്തര ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച വലിയ രീതിയിൽ
നമുക്ക് അവിടെ ദുരന്തത്തിൻ്റെ വ്യാപ്തി 3 മരണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. മധ്യപ്രദേശിൽ ഇവിടെ വന്ന് ഈ മധ്യപ്രദേശിലുള്ളൊരു കമ്പനിയാണ് DBL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് കമ്പനിയാണ് ഈ ജോലി കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ആണ് അതിനാവശ്യമായിട്ടുള്ള SPV ആയിട്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിലെടുത്ത തീരുമാനം നടപ്പാക്കാൻ ഉത്തരവാദിത്തം ആർക്കാണ്? കമ്പനിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? മണ്ണ് 1,00,000 ക്യൂബിക് മീറ്റർ മണ്ണ് അവിടെയുണ്ട്, അത് മാറ്റണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മെയ് മാസത്തിൽ തന്നെ ഈ ചർച്ചയെല്ലാം തുടരേണ്ടതാണ്. മഴക്കാലത്തിന് മുമ്പ് മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഈ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഴക്കാലപൂർവ്വ നിർദ്ദേശങ്ങളും എന്തെല്ലാം തയ്യാറെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ശ്രീ ശശീന്ദ്രൻ, താങ്കൾ ഇന്നലെ പറഞ്ഞ പോലെ ഞാനും മനസ്സിലാക്കുന്നത് ഇന്നലെ ആ പ്രദേശത്ത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കനത്ത മഴയാണ്. അതായത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റെയിൻഫോൾ ചാർട്ടൊക്കെ നോക്കിയാൽ എക്സ്ട്രീം ഹെവി റെയിൻ കാറ്റഗറിയാണ് ആ നിലയിലാണ്. പക്ഷേ സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ള മുൻകരുതൽ അത് വെറും യെല്ലോ അലർട്ടോ മറ്റോ ആണെന്നുള്ള തരം നിരീക്ഷണങ്ങളൊക്കെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. ഞാൻ താങ്കൾ പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായി അക്കാര്യങ്ങളിലും കാട്ടേണ്ട ജാഗ്രത കാട്ടിയിട്ടില്ല. ഇതുപോലെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. കാരണം ഈ മണൽക്കൂന വലിയ ഭീതിജനകമായി നിൽക്കുന്നു, അപകടകരമാണ് എന്ന നിലയുള്ളപ്പോഴാണ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കേണ്ട ശരിയായ ദുരന്ത നിവാരണ മുൻകരുതലുകൾ ഫലപ്രദമായി ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമേ സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. ഇപ്പോൾ അതായത് 25-ലെ ഈ യോഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ യോഗത്തിൻ്റെ രേഖകൾ സഹിതം നമ്മൾ ഈ ചർച്ചയിൽ പ്രേക്ഷകർക്ക് മുമ്പാകെ നമുക്ക് കാണുകയും ചെയ്യാം. ശ്രീ ശശീന്ദ്രൻ, അതിൻ്റെ ആദ്യത്തെ വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ കള്ളാടി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന പുരോഗതി, സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. നടത്തിയ സൈറ്റ് സന്ദർശനം, ചർച്ചയും തീരുമാനങ്ങളും, അങ്ങനെയാണ് ഈ സർക്കാർ രേഖ പോകുന്നത്. അതിൽ ആദ്യത്തെ വാചകം എന്താണെന്ന് അറിയുമോ? ഇതുമായി ബന്ധപ്പെട്ട ഈ തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 25/6/26 പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ള, പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിനോദ് IAS, പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ അൻസാർ എന്നിവരുടെ നേതൃത്വത്തിലാണ്. അതായത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണെന്ന് ഈ സർക്കാർ രേഖ തന്നെ പറയുന്നു. അതിൻ്റെ പിന്നിൽ പങ്കെടുത്തവർ ഒരു 19 ആളുകൾ, 19 ഉദ്യോഗസ്ഥ പ്രമുഖർ, വിദഗ്ധർ പങ്കെടുത്തു. അതിലെ 10ാമത്തെ പേര് ഗുൽസാർ അഹമ്മദ് AE കൊങ്കൺ റെയിൽവേ, 11ാമത്തെ പേര് ജൂഡ് ഇമ്മാനുവൽ സീനിയർ എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ് SEIAA, അതുപോലെ ഷെൽജു മോൻ ജില്ലാ ജിയോളജിസ്റ്റ്, അരുൺ പീറ്റർ ഹസാഡ് അനലിസ്റ്റ് DDMA വയനാട്. ഇങ്ങനെ വിദഗ്ധർ, കരാറുകാരായിട്ടുള്ള കൊങ്കൺ റെയിൽവേയുടെ പ്രതിനിധി, സർക്കാർ ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും പോയതും സൈറ്റ് സന്ദർശിച്ചതുമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശാനുസരണമെന്ന് ഇതിൽ തന്നെ പറയുന്നു, ഈ മിനിറ്റ്സിൽ തന്നെ പറയുന്നു. പക്ഷേ മന്ത്രി ഇന്ന് പറഞ്ഞതോ, പൊതുമരാമത്ത് മന്ത്രി ഇന്ന് പറഞ്ഞതോ അല്പമുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശ്രീ ശശീന്ദ്രൻ. അധികം മണ്ണ് മാറ്റാൻ ഒരു സുരക്ഷിത സ്ഥലം വേണമെന്ന് നേരത്തെ തന്നെ കരാർ കമ്പനി PWD അത് അന്ന് ഗവൺമെന്റ് കൊടുക്കേണ്ടി വർക്ക് തുടങ്ങിയത് 10 മാസമായി. 10 മാസമായി മാറി. കഴിഞ്ഞ മാസം കൊണ്ട് 25-ാം തീയതി മീറ്റിംഗ് കൂടി 1-ാം തീയതി കഴിഞ്ഞു. പിന്നെ അവർ ആ മണ്ണ് കരാർ കമ്പനി അവർക്ക് ആ മണ്ണ് അവിടെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ ആ മണ്ണ് അവർക്ക് തന്നെ ആവശ്യമുണ്ടായിരുന്നു. അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. ശ്രീ ശശീന്ദ്രൻ, എങ്ങനെയുണ്ട് ഉത്തരവാദപ്പെട്ട ചുമതലപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഈ പ്രതികരണം? അദ്ദേഹം ഏതായാലും 25-ാം തീയതി യോഗം നടന്നു എന്ന് ദില്ലിയിൽ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം പക്വമാണോ? ഉണ്ടായ ഒരു വലിയ അപകടത്തിന് ചേരും വിധത്തിലാണോ മന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്? മാത്രവുമല്ല, ഇതേ മിനിറ്റ്സിൻ്റെ 12ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്ത് നിലവിൽ നിരന്തരം പദ്ധതി മോണിറ്റർ ചെയ്യാനും തദ്ദേശ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വേണ്ടി പൊതുമരാമത്ത് കൽപ്പറ്റ റോഡ് സബ് ഡിവിഷനെ ചുമതലപ്പെടുത്താൻ വേണ്ട നടപടി കൈക്കൊള്ളാനും തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പൂർണ്ണ ചുമതലയിലുണ്ടായിരിക്കെ വകുപ്പിനെ ഇതിലേക്ക് പിടിച്ചിടണ്ട എന്ന മട്ടിലൊക്കെയാണ് മന്ത്രി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ശ്രീ ശശീന്ദ്രൻ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരമായ രീതിയിലാണ്. അത് ഒരിക്കലും യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് 3 വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തിരിച്ചറിയണം. 5ാമത്തെ തീരുമാനം, നിങ്ങൾ നേരത്തെ പറഞ്ഞ യോഗത്തിൻ്റെ 5ാമത്തെ തീരുമാനം, ഇവിടെ മണ്ണ് അവിടെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. 5ാമത്തെ തീരുമാനം, സൈറ്റിൽ പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണ്
താൽക്കാലികമായി സൂക്ഷിക്കാൻ സ്ഥലപരിമിതിയുള്ള കാര്യം KRC എന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അറിയിച്ചു. അനുയോജ്യമായ സ്ഥലം സർക്കാർ ഉടമസ്ഥയിലുള്ളതോ സ്വകാര്യ സ്ഥലത്തോ കണ്ടെത്താൻ ഉത്തരവാദിത്വം ഗവൺമെൻറ്റതാണ്. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മണ്ണ് ആവശ്യം അവിടെ വേണം എന്ന് കമ്പനി ആവശ്യപ്പെട്ടിട്ടേയില്ല. അത് നീക്കം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് 5ാമത്തെ തീരുമാനം. ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഗൗരവമേറിയ ഒരു ഇടപെടലുണ്ടായില്ല. മാത്രമല്ല, അടുത്ത വാചകം എന്താ അറിയോ? ജൂലൈ 7ാമത്തെ തീരുമാനം, ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ എല്ലാ വിഭാഗം വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിൽ മഴയുണ്ടാകുന്നവർ അവർക്കറിയാം, ആഗസ്റ്റ് മാസങ്ങളിലും. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം തരുമ്പോൾ മറ്റൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് മാനേജ് കമ്മിറ്റി EMC അത് ഇടയ്ക്കിടയ്ക്ക് ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത് ചെയ്യേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ്, സർക്കാരാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിനാണ് കൂടുതൽ ഉത്തരവാദിത്തം. അദ്ദേഹം മറ്റ് 2 മന്ത്രിമാർ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. റവന്യൂ മന്ത്രിയും ഞങ്ങളുടെ വയനാടിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള സിദ്ദിഖൊക്കെ വന്ന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ നാട്ടുകാരൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഉത്തരവാദിത്തം. രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും യോജിച്ച് നിൽക്കണം. പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്നിട്ടില്ല. അദ്ദേഹം സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്തായാലും കൃഷി വകുപ്പ് മന്ത്രിയെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിലായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വരാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വരും വിചാരിക്കുക. പക്ഷേ കൃഷി വകുപ്പ് മന്ത്രി ഈ കാര്യമെല്ലാം അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം മന്ത്രി കൂടിയാണല്ലോ. കൂട്ടുത്തരവാദിത്വമില്ലേ മന്ത്രിസഭയ്ക്ക്? സാധാരണയായിട്ട് ഇതിനകത്തൊരു മോണിറ്ററിംഗ് യോഗം വിളിച്ചു ചേർക്കാനുള്ള ഉത്തരവാദിത്വം ഈ മിനിസ്റ്റർക്കുണ്ടല്ലോ, സിദ്ദിഖ് മിനിസ്റ്റർക്കുണ്ടല്ലോ. അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. അവിടെയാണ് വിഷയം. ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് വിഷയം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നാണ് ശ്രീ ശശീന്ദ്രൻ ഇതെല്ലാം നേരിട്ട് കണ്ടും മനസ്സിലാക്കിയും ആ മീറ്റിങ്ങിൻ്റെ തീരുമാനങ്ങളുടെ പ്രാധാന്യവും അതിലൊരു കാര്യവും മുന്നോട്ട് പോകാതിരുന്നത് ഈ വലിയ ദുരന്തത്തിന് ഇടയാക്കിയതുമായ സാഹചര്യത്തെക്കുറിച്ചാണ് പ്രാഥമികമായി പറഞ്ഞത്. കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരുന്നതിന് അത് ഉപകാരപ്പെടട്ടെ. കാരണം പലതരം പ്രചാരണങ്ങൾ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലേക്കുള്ള പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പതിവ് പോലെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും പടച്ചുവിടുന്നുണ്ട്. ആളുകളൊക്കെ പോയി വസ്തുതയും യാഥാർത്ഥ്യവും അതിൻ്റെയൊക്കെ മറുപടിയായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ നടക്കുന്നതിനിടയിലാണ് ശ്രീ ശശീന്ദ്രൻ അതേക്കുറിച്ച് വസ്തുനിഷ്ഠമായി നമ്മളോട് കൃത്യമായ അനുഭവത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ സൂചിപ്പിക്കും. ഞാൻ ശ്രീ റെജിയിലേക്കാണ്. ശ്രീ റെജി, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്ക് ആർക്കും നിഷേധിക്കാനാവാത്തതാണ്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒഴിവാക്കാൻ കഴിയുമായിരുന്നൊരു ദുരന്തമാണെന്ന് സംഭവിച്ചത്. അതുതന്നെയാണ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞതിലുമുള്ളത്. ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ദുരന്തമായി പോയി എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു സർക്കാർ. പൊതുമരാമത്ത് വകുപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതിൻ്റെ പേരിലൊരു യോഗവും ചേർന്നു. എടുക്കേണ്ട തീരുമാനങ്ങളും എടുത്തു വെച്ചു. പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ 10ാമത്തെ പോയിൻ്റ്. ആ മിനിറ്റ്സിൻ്റെ 10ാമത്തെ പോയിൻ്റ് പറയുന്നത് എന്താണെന്നറിയോ ശ്രീ റജി? ഇങ്ങനെ കൂട്ടിയിട്ട മണ്ണ് അപകട ഭീഷണി ഉള്ളതിനാൽ മണ്ണിടുന്നതിൻ്റെ ഉയരം കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ആ കമ്മിറ്റി, ആ യോഗം അത് കണ്ടെത്തി, ഇത് അപകടകരമാണ്, നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. നേരത്തെ ശ്രീ ശശീന്ദ്രൻ പറഞ്ഞു, ആർക്ക് നിർദ്ദേശം നൽകി? എന്നിട്ട് എന്ത് സംഭവിച്ചു? മണൽ നീക്കം ചെയ്തോ? മണൽ നീക്കം ചെയ്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നതും കൂടി കണ്ടുപിടിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? നോക്കൂ ശരത്, ഓരോ ദുരന്തവും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അതെ, വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സമീപ കാലത്ത് തന്നെ ഇത് 3ാമത്തെ ദുരന്തമാണ്. 2019 ഒരു ദുരന്തം നമ്മൾ കണ്ടു. 2024 400-ലധികം പേരെ ബാധിച്ച ഒരു വലിയ ഭീകരമായ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയായി. ഇപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച നടത്തുന്നത്. അപ്പോൾ ഇതിൽ അങ്ങ് ഉന്നയിച്ച ചോദ്യത്തിൽ തന്നെ, അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ എന്നതിനെ കണക്കാക്കാം. കാരണം ഇത് വളരെ, ഈ വയനാടെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പരിസ്ഥിതി ലോലമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെ നടത്തുന്ന ഓരോ നിർമ്മാണ പദ്ധതികളും വളരെ സൂക്ഷ്മതയോടെ പാരിസ്ഥിതിക പഠനം നടത്തിയതിന് ശേഷം മാത്രമേ നടത്താവൂ എന്നുള്ള വിമർശനങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ പരിസ്ഥിതി വിദഗ്ധരും അതുപോലെ ശാസ്ത്രജ്ഞരും അതുപോലെ സാമൂഹ്യ രംഗത്തെ വിദഗ്ധരും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തികച്ചും പാരിസ്ഥിതികമായി ലോലമായ പ്രദേശമാണ്. അവിടുത്തെ ഓരോ നിർമ്മാണവും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് മാത്രമേ നിർവഹിക്കാൻ കഴിയൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, അന്ന് UDFൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ വളരെ അസന്ദിഗ്ധമായി ഈ നിർമ്മാണ പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,
വളരെ സൂക്ഷ്മമായിട്ടും വളരെ വിപുലമായും ഉള്ള പാരിസ്ഥിതിക പഠനം നിർവഹിച്ചതിന് ശേഷം മാത്രമേ ഈ പദ്ധതിക്ക് അംഗീകാരം പിന്നെ ഈ നൽകുക മന്ത്രി എന്ന് സിദ്ദിഖ് പറഞ്ഞു. പറഞ്ഞ ഞാൻ മനുഷ്യനിർമ്മിതം പറഞ്ഞു എന്താണ് വരികയാണ്. റജി? ഞാൻ പറഞ്ഞു റജി, വരികയാണ്. അതിലൊരു വസ്തുതാപരമായി വലിയ പിശകുണ്ട്. ഒരു വലിയ ഒരു തെറ്റായ പ്രചാരണത്തിന്റെ ചുവട് പിടിച്ചാണ് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിക്കൊള്ളട്ടെ, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ സിദ്ദിഖ് എന്ന മന്ത്രി പറഞ്ഞ മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്ന് പറയുന്നത് എങ്ങനെ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കരാറുകാർ മണ്ണു മാറ്റാത്തതാണ് പ്രശ്നമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതെങ്ങനെ സംഭവിക്കുന്നു? അതെ, ഇവിടെ മൺസൂൺ ജൂൺ മാസത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് വരും. നമ്മൾ 2017-ലെയും 2018-ലെയും ഭയങ്കരമായ ആ വെള്ളപ്പൊക്കത്തെ നമ്മൾ കണ്ടു. അതെല്ലാം ഓഗസ്റ്റ് 14, 15 തീയതികളിലായിരുന്നു 2018-ലെ മഹാപ്രളയം ഉണ്ടായതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ഏതാണ്ട് 17 ദിവസത്തിന് മുമ്പേ ജില്ലാ കളക്ടർ ആ മണ്ണ് അവിടുന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അവിടെ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ PWD മിനിസ്റ്റർ വിളിച്ചുകൂട്ടിയ യോഗത്തിലും മണ്ണ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. റവന്യൂ സെക്രട്ടറി ആ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇത്രയും നിർദ്ദേശങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പേ കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോൺ എന്ന ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും അവർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കരാറുകാരൻ അത്ര വലിയ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചാൽ അതിനെ പിടികൂടാനും അവരെ കൊണ്ട് ചെയ്യിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ ഒരു ബലഹീനതയാണ് താങ്കൾ സമ്മതിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ വാദത്തിന് വേണ്ടിയാണെങ്കിൽ മറ്റൊന്നുകൂടി പറയാം. താങ്കൾ പറഞ്ഞ വാദത്തിൽ ഒരു പെശകുണ്ട്. എന്താണെന്നറിയുമോ? ഈ പറഞ്ഞ താങ്കൾ തന്നെ സമ്മതിച്ച 25-ാം തീയതിയിലത്തെ യോഗത്തിലെ ഒരു 9ാമത്തെ പോയിന്റിൽ തീരുമാനത്തിൽ പറയുന്നൊരു വാചകം ഞാനൊന്ന് വായിക്കാം. അതിൽ കൂട്ടിയിട്ട മണ്ണ് നിലവിൽ ടാർപാളിംഗ് ഉപയോഗിച്ച് വെള്ളമിറങ്ങാതെ പരമാവധി കവർ ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ മണ്ണ് സൂക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലമില്ല എന്നും കരാർ കമ്പനി അറിയിച്ചു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായം തേടാനും തീരുമാനിച്ചു. ഇത് കരാറുകാരന് കണ്ടുപിടിക്കാൻ കഴിയുമോ? അപ്പോൾ ജില്ലാ ഭരണകൂടം സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തോ? അങ്ങനെ ഈ മണ്ണ് അപകട ഭീഷണിയുള്ള ഈ മണ്ണ് 1,00,000 ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റാൻ ജില്ലാ ഭരണകൂടം എന്ത് സഹായം ഈ കരാറുകാർക്ക് ചെയ്തു കൊടുത്തു? 25-ൻ്റെ യോഗം ചേർന്നതല്ലാതെ 2 ആഴ്ചയാകാൻ പോകുന്നു. ഒരു സമീപനവും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നിട്ട് കരാറുകാരൻ്റെ പെടലിക്ക് കയറിയാൽ ശരത്തെ നന്നായിരിക്കും. അങ്ങയുടെ സംസാരം കേട്ടാൽ ഇത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഒരു പദ്ധതിയാണെന്ന് പക്ഷേ പുറത്തു വരുമായിരിക്കും. ഇപ്പോഴത്തെ കാര്യം ചെയ്യേണ്ടത് ഇപ്പോഴാണ്. 2025-ലെ മീറ്റിംഗിൽ കണ്ട കാര്യം ചെയ്യാൻ കഴിഞ്ഞ സർക്കാരിന് ഏതായാലും കഴിയില്ലല്ലോ. ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ള ഈ മണ്ണ് നീക്കിയാൽ ഇന്നത്തെ ഈ ചർച്ച നമ്മുടെ മുമ്പിലില്ല. 4 ജീവനുകൾ ഇന്ന് ജോലിക്ക് ശേഷം അത്താഴവും കഴിച്ച് വീട്ടിലിരിക്കുമായിരുന്നു അവർ താമസിക്കുന്നിടത്ത്. ഈ തീരുമാനം 25-ലെ തീരുമാനം റജി എടുക്കാത്തടത്തല്ലേ സംഭവം? കരാറുകാർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇത്രയും മണ്ണ് കൊണ്ടിടാൻ സ്ഥലം ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായം തേടി കണ്ടെത്തി കൊടുത്തോ? റജി, ഉത്തരങ്ങൾ ഇതിനൊക്കെയാണ് വേണ്ടത്. നോക്കൂ, 2020-ൽ അന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കേരളത്തിൽ അവതരിപ്പിച്ചത്. 2020 കഴിഞ്ഞ വർഷം 2025 ഓഗസ്റ്റ് 31-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നാണിത് തുടങ്ങിയത്. ഈ മാർച്ച് 6-നാണ് ബ്ലാസ്റ്റ്, അതായത് കറക്റ്റ് 4 മാസത്തിന് മുമ്പാണ് ഇതിൻ്റെ പാറപൊട്ടിക്കൽ ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്ന കമ്പനിക്ക് അവിടുത്തെ നിർമ്മാണ സാമഗ്രികൾ മാറ്റുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചോ അവർ അങ്ങേയറ്റത്തെ അവ്യക്തതയിലായിരുന്നുവോ നിലകൊണ്ടിരുന്നത്? ഇത് 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കമാണ് നിർമ്മിക്കുന്നത്. ഈ വിശേഷണങ്ങളല്ല റജിയുടെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ റജി ഇപ്പോഴുണ്ടായ ഒരു ഇമ്മീഡിയറ്റ് കാഷ്വാലിറ്റി, ആ ഇമ്മീഡിയറ്റ് കാഷ്വാലിറ്റി ഈ സർക്കാരിൻ്റെ കാലത്ത് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്സ് എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ജൂൺ മാസം 25-നാണ് യോഗം പോലും ചേർന്നത് എന്നിരിക്കെ ഇതാണ് ഇതിലെ പ്രശ്നം. ഞാൻ ശ്രീ രതീഷ് ചക്രപാണിയിലേക്കും ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്കും വരികയാണ്. അതിനുശേഷം ഞാൻ ശ്രീ ശശീന്ദ്രനിലേക്കും വരാം. രതീഷ്, ഇപ്പോൾ റജി ഇപ്പോൾ ഈ വിഷയം ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ പതുക്കെ കോൺഗ്രസ് ഹാൻഡിലുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തുരങ്കപാത എന്ന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്ന നിലയാണ് വരുന്നത്. എന്നാൽ 25-ൻ്റെ യോഗമെടുത്ത തീരുമാനം നടപ്പാക്കാത്തതുകൊണ്ട് മണൽക്കൂന ഒരു മഹാദുരന്തത്തിന് വഴിവെച്ചു എന്ന യാഥാർത്ഥ്യത്തെ വഴിമാറ്റി സംസാരിക്കാനുള്ള ശ്രമം. ഇവിടെ 25-ലെ യോഗമെടുത്ത തീരുമാനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പാക്കിയിരുന്നു എങ്കിൽ ഈ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണോ, വകുപ്പ് മന്ത്രി ബഷീർ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? ശരത്ത്, ഇതിൽ ഈ പ്രത്യേകിച്ചൊരു വലിയൊരു ദുരന്തമുഖത്താണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മിതമായിട്ട് സംസാരിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെയുള്ളൊരു കോൺഗ്രസ് സഹയാത്രികൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ
വൈറ്റ്ല ജംഗ്ഷൻ്റെ പാലത്തിൻ്റെ കൈവരികളിലേക്ക്, അതായത് വൈറ്റ്ല സൈഡ് റോഡും അതുപോലെ തന്നെ മുകളിൽ പാലവുമായിട്ട് ചെയ്യുന്ന കൈവരികളിലേക്ക് ഒരു വണ്ടി ഇടിച്ചു കയറി. ആ വണ്ടി ഇടിച്ചു കയറിയപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സൈഡിലൊരു അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ ഒരു അപായ സൂചനകളോ ഒന്നും വെച്ചിട്ടുണ്ടായില്ല. വണ്ടി ഇടിച്ച് കയറിയതിന് ശേഷം ഇപ്പോൾ അതുകൊണ്ട് വെച്ചു. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടായ ഒരു അപകടത്തിന് പാലം പണിതതാണ് കുഴപ്പം, തൊട്ടിപ്പുറത്തെ സൈഡിൽ റോഡുണ്ടായതാണ് കുഴപ്പമെന്ന് പറയാം. അതുപോലെയാണ് ഇവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നതിന് ശേഷം വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ട് ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഈ സന്ദർഭത്തിൽ അത് പറയേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് സഹയാത്രിക പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അവരോട് മണ്ണ് മാറ്റാൻ പറഞ്ഞിരുന്നു, മണ്ണ് കൂട്ടിയിട്ടതാണ് പ്രശ്നം, അതവർ കേട്ടില്ല എന്നുള്ളതാണ്. ശരത്തൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രിൻസിപ്പളോ ഒരു ഹെഡ് മാസ്റ്ററോ അവിടെയുള്ള ഒരു ടീച്ചറോട് ഞാൻ ബെല്ലടിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു, കുട്ടികളെ നോക്കാൻ പറഞ്ഞു, അത് കേട്ടില്ല എന്ന് പറയുന്ന ലാഘവത്തോടു കൂടി പറയാവുന്നൊരു കാര്യമാണോ ഇത്? അല്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താ? അപ്പോൾ അത് ആദ്യത്തെ നമ്മൾ കണ്ടു. അതിനുശേഷം എന്താ പി കെ ബഷീർ പറയുന്ന വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഇത് യഥാർത്ഥത്തിൽ PWD ഇവിടെ വർക്കല്ല, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നുള്ളതാണ്. ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അടക്കം കളക്ടർ അടക്കം ദുരന്ത നിവാരണ ഈ പറയുന്ന പോലെ വലിയ അധികാരങ്ങളുള്ള കളക്ടറും അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മണ്ണ് ഇത് വലിയ അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ രേഖകളാണ് ഇപ്പോൾ ശരത്ത് ഇവിടെ വായിച്ചത്. അത് ഞാനും വായിച്ചതാണ്. ശരത്ത് അറിയേണ്ടത് ഇത് കൂടാതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൗമ പരിശോധന നടത്തിയിട്ട് GSI ആണെന്നാണ് എൻ്റെ തോന്നൽ. അവരുടെ 118 പേജുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇവർ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഗവൺമെൻറ്റിന് കൂടി അതിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇവരുടെ പ്രതികരണങ്ങളിലൂടെ നമുക്ക് ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, ഞങ്ങൾ അതിനുള്ള നടപടികൾ എടുക്കാനായിട്ട് കമ്പനിയോട് പറഞ്ഞു, കമ്പനി അത് കേട്ടില്ല എന്നുള്ളത് വളരെ ലളിതമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുകയാണ് ഇത് മാൻ മെയ്ഡ് ഡിസാസ്റ്ററാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്നു. ആരാണ് മനുഷ്യൻ? ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ ഇത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരത്തിൽ അലംഭാവത്തോടു കൂടി നടപടികൾ എടുക്കാൻ ആ ഗവൺമെൻറ്റിൻ്റെയോ ഒരു കോൺട്രാക്ടറുടെയോ പുറത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു അധികാരവുമില്ലേ? ഈ കോൺട്രാക്ടർ ആരാ? ഈ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി കഴിഞ്ഞ തവണ 29 കോടി രൂപ, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം 29 കോടി രൂപ BJP കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന് ഇനി കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ പാടില്ല. കൂടാതെ അവരൊരു വലിയ കമ്പനിയാണ്. കാരണം അവർ വളരെ വിവാദത്തിലായിട്ടുള്ള രഞ്ജിത്ത് ബിൽക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ 2 കമ്പനികൾ കൂടി അവർ ഗുജറാത്തിൽ അതുപോലെ ഗുർഗാവിൽ ഒരു മെട്രോ പ്രൊജക്റ്റ് 1500 കോടി രൂപയുടെയും ഒരു റിവർ പ്രൊജക്റ്റ് വേറെ ഒരു 216 കോടി രൂപയുടെയൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയെ ഗവൺമെൻറ്റിന് ഭയമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടുത്തെ ആളുകളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ 3 പേരുടെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ ഇപ്പോൾ ശരത്തെ ബാക്കിയുള്ള ആളുകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ഒരു ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ്. കാണാതായ ആളുകളിൽ ഏറ്റവും ലാസ്റ്റ് മരിച്ചതായി കണക്കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവിടെ തൊട്ടടുത്തുള്ള മീനാക്ഷി പാലത്തിൻ്റെ അടുത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇത് ചെയ്തോ? ഈ മണ്ണ് നീക്കാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികളുണ്ടായോ? ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വളരെ അലംഭാവത്തോടുകൂടി പറയുകയാണ് ഇത് എന്ത് ചെയ്തില്ല, ചെയ്തില്ല. ഇനി അടുത്തൊരു വാചകം നമ്മുടെ രാജ്ഭവൻ ഉണ്ണിത്താനും അതുപോലെ പി കെ ബഷീറൊക്കെ പറയുകയാണ് ഇത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതിനെങ്ങനെയാണ് അനുമതി നൽകിയതെന്ന് അറിയില്ല എന്നാണ്. എങ്കിൽ അവർ അധികാരത്തിലെത്തുമ്പോൾ തന്നെ ഈ പ്രൊജക്റ്റിനെതിരാണെങ്കിൽ ആ പ്രൊജക്റ്റ് നിർത്തിവെക്കണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയേണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം പോലും അവർ നടത്തിയിട്ടുണ്ടോ? ഇപ്പം നിയമപരമായി അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് താൽക്കാലികമായി ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചാൽ കുട്ടികൾ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആ ഗേറ്റ് അടക്കാതിരുന്നതിന് പണിത് സ്കൂളിലെയും അതുപോലെ തന്നെ അവിടെ വിദ്യാലയം തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇനി ഇവിടെ റജി പറഞ്ഞിട്ടുള്ള അടുത്തൊരു കാര്യം, പരിസ്ഥിതിപരമായിട്ട് ചില ആളുകളൊക്കെ ഈ പ്രൊജക്റ്റിനെതിരെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിച്ചിരുന്നു. ശരിയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു പരിസ്ഥിതി സംരക്ഷണ സമിതി, പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ സമിതി തന്നെ സുപ്രീം കോടതി വരെ പോവുകയും സുപ്രീം കോടതി ഇതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊജക്റ്റാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ സംസാരിക്കല്ലേ എന്നുള്ളതാണ് ഈ ദുരന്തമുഖത്ത് നിന്ന് എനിക്ക് ഭരണപക്ഷത്തോടും അതിലെ ആളുകളോടൊക്കെ പറയാനുള്ളത്. നിങ്ങൾ ഇപ്പം ഏറ്റവും ആദ്യം പറയുന്നത് അത് മണ്ണ് ഞങ്ങൾ പറഞ്ഞതാണ്, അവർ ചെയ്തില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. PWD മിനിസ്റ്റർ പറയുന്നു ഇത് PWDയുടെ തലയിലേക്ക് വെക്കാൻ നോക്കല്ലേ എന്ന് പറയുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മളൊരു വീടിന് തീ പിടിക്കുമ്പോൾ ദൈവം ഞാൻ കത്തിച്ചതല്ല എന്നല്ലല്ലോ പറയേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ തീ അണക്കാനും അവിടെ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്താനും നോക്കേണ്ട ഒരു സമീപനം ഉണ്ടാവണ്ടേ?
ആ സമീപനം പോലും ഉണ്ടാകാതെ ഉടനെ തന്നെ ഇതിൽ ഞങ്ങൾ പറഞ്ഞു അവർ ചെയ്തില്ല എന്ന് പറയുന്ന അതായത് ശ്രീ രതീഷ് ഒരു കാര്യം അതായത് രതീഷ് ഒരു കാര്യം, ഇന്നിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നിർഭാഗ്യകരമാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ തന്നെ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റണം, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അതിനെ അഭിമുഖീകരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും പതറിപ്പോകുന്നതാണോ കണ്ടത്? കാരണം യോഗം ചേർന്നു, ആ യോഗ തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല, ഇത് തലയിലാകുമെന്ന ഒരു ആശങ്ക ഇവരുടെയൊക്കെ ബോഡി ലാംഗ്വേജിൽ ഒക്കെ വന്ന് വീഴുന്നതാണോ, വന്ന് ഭവിക്കുന്നതാണോ ഇന്ന് കണ്ടത്? അത് പി കെ ബഷീർ ആവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, അതുപോലെ തന്നെ സിദ്ദിഖ് ആവട്ടെ, മുഖ്യമന്ത്രി തന്നെ ആവട്ടെ. അല്ല, തീർച്ചയായിട്ടും അത് അത്തരത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു ഭയം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇത് ഒഴിവാക്കാൻ കഴിയാവുന്നൊരു ദുരന്തമായിരുന്നു. ഞങ്ങൾ കർശനമായിട്ടുള്ള നടപടിയെടുക്കുകയും ആ കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒഴിവാക്കാനാകുമായിരുന്ന ഒരു ദുരന്തമായിരുന്നു എന്ന് പറയുന്ന ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ഭയമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഇത് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് അവർ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത്. ഏത് മാൻ, അതാണ് നമുക്കറിയേണ്ടത്, ഏത് മനുഷ്യനാണ് എന്നുള്ളത് ഇപ്പോൾ കേൾക്കുന്ന ജനം തീരുമാനിച്ചോട്ടെ. ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല, ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ പറയേണ്ടതാണ്. നമുക്കറിയാലോ ഈ നാട്ടിൽ എന്തോരം ദുരന്തങ്ങൾ ഇതുപോലെ ഉണ്ടായി. പെട്ടിമൂടി ദുരന്തം മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് വരെയുള്ള ദുരന്തങ്ങളിലൊക്കെ തന്നെ പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ്? അവർ ബുദ്ധിമുട്ടുകയാണ്. ഈ ഡെബ്രിസ്, ഈ മണ്ണ് എന്തുകൊണ്ടാണ് നീക്കം ചെയ്യാതിരുന്നതെന്ന് അറിയോ? ശരത്തടുത്ത് ഈ മണ്ണ് നീക്കം ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഈ കമ്പനിക്ക് ഈ മണ്ണ് ആവശ്യമുണ്ടായിരുന്നു എന്ന്. കമ്പനിക്ക് ആവശ്യമുണ്ടായിരുന്നു, അവർ വേറെ സ്ഥലം തരണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ശരത്ത് വായിച്ചിട്ടുള്ള ആ കോപ്പിയിൽ 18ാമത്തെ ആളാരാണെന്ന് അറിയാമോ? 18ാമത്തെ ആളെന്ന് പറയുന്നത് ഈ രഞ്ജിത്ത്, ഈ പറയുന്ന ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന ആളുടെ പ്രൊജക്റ്റ് മാനേജർ രാജ്കുമാർ റാണയാണ്. അപ്പോൾ ഈ രാജ്കുമാർ റാണയൊക്കെ നമ്മുടെ കേരളത്തിലെ ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയും PWD പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും ഒക്കെ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ, അവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ആ സ്ഥാനം രാജിവെച്ച് പോകണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്തിനും നമ്മളെങ്ങനെ ഇവരെയൊക്കെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച് ഇവിടെ ഇരിക്കും? തീർച്ചയായും അതാണ് ഇത് ഇത്രയും ഉള്ളൊരു വർക്കാണ്. യഥാർത്ഥത്തിൽ എൻ്റെ അടുത്തൊരു പേടി കൂടി എന്താണ് രതീഷ്, ഒന്ന് ചുരുക്കി പറഞ്ഞോളൂ. അല്ല, അടുത്തൊരു പേടി കൂടി പറയാം. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ 3000 കോടി രൂപക്ക് താഴെ പറഞ്ഞ ഒരു വർക്കാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനേക്കാൾ വലിയ വർക്ക് എടുത്തിട്ടുള്ള അദാനിയും അതുപോലെയുള്ള കൂട്ടരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്തായിരിക്കും സമീപനം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളിത് എടുത്തിട്ട് പോയാലും, ഈ മണ്ണ് എടുത്തിട്ട് പോയാലും പ്രഭോ എന്നിവർ പറയുമോ? ഓക്കെ, റൈറ്റ്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഞാൻ ഈ മിനിറ്റ്സിൻ്റെ ഒരു വാക്യം കൂടി വായിക്കാം. ആദ്യം തുരങ്കത്തിൻ്റെ വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗമാണ് സന്ദർശിച്ചത്. 25-ാം തീയതി ഈ സംഘം, അതായത് പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി കണ്ട സ്ഥലമെന്ന് പറയുന്നത് ഈ മേപ്പാടി ഭാഗമാണ്. അവിടെയാണ്, അതിനോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ മഹാദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രതികരണം, മറ്റു മന്ത്രിമാരുടെ പ്രതികരണം ഒക്കെ യഥാർത്ഥത്തിൽ കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായി. അതായത് കരാറുകാരൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും സാധാരണക്കാരല്ല. അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ കേരളം അധികാരത്തിലെത്തിയ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പ്രതിനിധികളും അതിൻ്റെ തലവനുമാണ് പറയുന്നത് കരാറുകാരൊന്നും ചെയ്തില്ല. വളരെ വിചിത്രമാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരുന്നു. മനുഷ്യർ മരിച്ചു, 4-5 ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ. ആ ഭീതിജനകമായ വിധത്തിലാണ് നമ്മൾ കാണുന്ന ടാങ്കറൊക്കെ ഈ മണൽക്കൂന വെള്ളത്തിൽ ആ ശക്തിയിൽ ഇങ്ങനെ പുറകോട്ട് വരുന്നു. അതിനടിയിൽപ്പെട്ട് പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു. ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികൾ പറയാണ് കരാറുകാർ മണ്ണ് നീക്കിയില്ല എന്ന് പറയുന്നൊരു നിസ്സഹായതാ രൂപത്തിലാണ് അവർ നിൽക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെ കേരളത്തിൽ, കാരണം നമുക്ക് കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് അറിയാം, ഇപ്പോൾ ഇതൊരു മാൻമെയ്ഡ്, ഇതൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ്. മുമ്പുണ്ടായത് റജി പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തങ്ങളാണ്. അന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, തെരച്ചിൽ, അതിൻ്റെ പരമാവധിയിൽ നിന്ന് കേരളം നടത്തിയൊരു ഫൈറ്റുണ്ട്. അതിൽ നിന്ന് നമ്മൾ എവിടോട്ടാണ് പോകുന്നത്? നമ്മുടെ ഭരണാധികാരികൾ തന്നെ, നേരത്തെ രതീഷ് പറഞ്ഞല്ലേ, ധൈര്യം പകരേണ്ട ഭരണാധികാരികൾ തന്നെ പാനിക്കായി പോകുന്ന നിലയിൽ നിൽക്കുന്നു. യോഗമെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാലോ ശ്രീ ജയചന്ദ്രൻ? സ്ഥലത്തെ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാലേ, ഇത് ഒരു മലയിടിച്ചിൽ മൂലം ഒരു ദുരന്തം ഉണ്ടായതല്ലോ കള്ളാടി ദുരന്തം എന്ന് പറയുന്നത്. അത് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണൊലിച്ചുണ്ടായ ദുരന്തമാണ്. ഈ മണ്ണൊലിച്ച് ദുരന്തം ഉണ്ടാവാൻ കാരണക്കാരാരാണ് എന്നുള്ളത് ആണിപ്പോൾ തപ്പി നടക്കുന്നത്. അതിനാണ് അഡ്വാൻസായിട്ട് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി, പിന്നെ PWD മന്ത്രി ഒക്കെ പലയിടത്തായിട്ടിരുന്ന് പറയുന്നത്.
അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശരത്ത് ഇവിടെ ഇപ്പോൾ വായിച്ചല്ലോ തീരുമാനങ്ങളൊക്കെ. അതിൽ മഴയുടെ അളവ് ശക്തി കൂടുന്നത് നിരീക്ഷിക്കണം എന്ന് പറഞ്ഞൊരു തീരുമാനമില്ലേ ശരത്തെ? ഉണ്ട്. രണ്ടാമത്തെ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ അതുണ്ട്. രണ്ടാമത്തെ, ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ സാധ്യതയുള്ള പ്രദേശത്ത് എല്ലാ ദിവസവും മഴയുടെ അളവ് നിരീക്ഷിക്കുകയും അത് 250 mm കൂടുതലായാൽ എല്ലാ പ്രവൃത്തിയും നിർത്തിവെക്കാനും തീരുമാനിച്ചു. എല്ലാം ഗംഭീരമായി ചെയ്തല്ലോ. ഈ മഴയുടെ അളവ് നിരീക്ഷിക്കാൻ ശരത്തെ മഴയുടെ അളവ് നിരീക്ഷിക്കാൻ ഈ പ്രദേശത്ത് ഒരു മഴമാപിനി പോലും വെച്ചിട്ടില്ല എന്ന ദയനീയമായ യാഥാർത്ഥ്യം നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ ഭരണക്കാരെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഇവിടെ അവരുടെ പ്രതിനിധിയായിട്ടുള്ളത് റെജിയാണല്ലോ. റെജി അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. റെജി ഒരു മഴമാപിനി പോലും അവിടെ വെച്ചിട്ടില്ല കേട്ടോ. ഈ മഴമാപിനി എന്തിനാണ്? മഴയുടെ അളവ് അറിയാനാണല്ലോ. 1000 രൂപ താഴെ മാത്രം മുടക്ക് വരുന്ന ഒരു ഉപകരണമാണത്. അപ്പോൾ അത്രയ്ക്കുള്ള അത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? അത്രയ്ക്ക് തികഞ്ഞ അനാസ്ഥയാണ് ഈ ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ എല്ലാം നടത്തിപ്പിലുണ്ടായിട്ടുള്ള. തീരുമാനങ്ങളെല്ലാം വായിച്ചാൽ മിടുമിടുക്കുള്ള ഉദ്യോഗസ്ഥരുണ്ടാക്കിയ തീരുമാനമാണ്. എല്ലാം വളരെ മെച്ചപ്പെട്ടതെന്ന് തന്നെ പറയണം തീരുമാനങ്ങളെല്ലാം. പക്ഷേ ഈ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഒരു മഴമാപിനി പോലും സ്ഥാപിക്കാനായി ഈ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ഇപ്പോൾ ഈ പറഞ്ഞ കമ്പനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? ഈ മണ്ണ് നീക്കം ചെയ്യാൻ സ്ഥലം ഞങ്ങൾക്ക് തരണം, ആ സ്ഥലത്തിൻ്റെ വാടക വരെ ഞങ്ങൾ കൊടുത്തോളാം. പക്ഷേ അത് ആരും പരിഗണിച്ചു പോലുമില്ല. ഇതാണ് ഇവരുടെ പ്രതിനിധികൾ പറയുന്നത്, കമ്പനി പ്രതിനിധികൾ പറയുന്നത്. എന്താണ് മറുപടി? സ്ഥല MLAക്ക് മന്ത്രിക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇതിപ്പോൾ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണല്ലോ സുപ്രീം കോടതി വരെ നോട്ടീസും കൊണ്ടുപോയത് തുരങ്കപാതയ്ക്കെതിരെ. സുപ്രീം കോടതി അന്നേരം തള്ളിയില്ല ഈ സാധനം. അത് കഴിഞ്ഞല്ലേ ഈ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വായടയ്ക്കാൻ നിർബന്ധിതരായത്. എന്നിട്ടും പരിസ്ഥിതിവാദികൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇപ്പം ഇന്നത്തെ ഈ സംഭവം നോക്കൂ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സംഭവം ഊരാളുങ്കിലെങ്ങാനും ആയിരുന്നു ഈ കോൺട്രാക്ട് എടുത്തിരുന്നെങ്കിലോ എന്ന് ചേർത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. ഉണ്ടാവുന്ന കോലാഹലം. ഇപ്പൊ ഈ കമ്പനി ആയതുകൊണ്ട് അത് മിണ്ടാൻ കഴിയില്ല. ഇന്ന് രാവിലെ അങ്ങനെ ആഗ്രഹിച്ച പലരും ഉണ്ട് കേട്ടോ. ഉണ്ട്. അല്ല ഇപ്പോ ഈ ചർച്ചയിൽ നമ്മുടെ പ്രിയ സുഹൃത്തായ റെജി എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നല്ലോ. പിണറായി വിജയനാണത്രേ കഴിഞ്ഞ വർഷം ഇത് ഉദ്ഘാടനം ചെയ്തത്. അതാണിപ്പോൾ ഇവിടെ ഉടനെ കോയിൻസൈഡ് ചെയ്യേണ്ട കാര്യം അതല്ലേ? പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അതാണ് റെജി ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വെക്കാൻ. കേൾക്കുമ്പോൾ അങ്ങനെ ദുർവ്യാഖ്യാനമാണ് താങ്കളുടെ ആഗ്രഹമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും തോന്നും കേട്ടോ. അപ്പോൾ ഈ പ്രകൃതി സ്നേഹികൾ അങ്ങനെ കൂടുതൽ ഞെളിയൊന്നും വേണ്ട. ഇത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇതവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഒലിച്ചുണ്ടായ പ്രശ്നമാണിത് കേട്ടോ. അതൊന്ന് പ്രകൃതി സ്നേഹികളായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞുള്ളേ ഉള്ളൂ പച്ചയ്ക്ക്. അപ്പം ആ തരത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ ഇനിയും എന്ത് പറഞ്ഞാണ് ഈ UDFിൻ്റെ പ്രതിനിധികളായിട്ട് ചർച്ചകൾ വന്നിരിക്കുന്നവരും ദയനീയമായി ന്യായീകരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇവർക്ക് ആരോടാണ് പ്രതിബദ്ധത? ശരത്തെ, PWD മന്ത്രി ഡൽഹിയിൽ നിന്ന് പറയുന്നത് കേട്ടില്ലേ? ഒരു മന്ത്രി ആയതുകൊണ്ടും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളായതുകൊണ്ടും മാത്രമാണ് പുച്ഛം തോന്നുന്നു എന്ന് ഞാൻ പറയാത്തത് കേട്ടോ റെജി. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ പദം തന്നെ പ്രയോഗിക്കുക. അതിലൊരു കാര്യമുണ്ട് ശ്രീ ജയചന്ദ്രൻ, മഴ പെയ്താൽ റോഡിൽ കുഴി ഉണ്ടാകും എന്ന് പറയുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഇതിനെയൊക്കെ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടാണ് ഈ PWDയുടെ സ്പെഷ്യൽ സെക്രട്ടറി അവിടെ പോയി യോഗം ചേർന്നത്. എന്നിട്ടും വകുപ്പിൻ്റെ തലയിൽ വെക്കണ്ട എന്ന് പറഞ്ഞ് ചിന്തിച്ച് ജീവിക്കുന്നൊരു മന്ത്രി ഈ നാട്ടിലുണ്ട് ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് വന്നാലോ? അതെ ശരത്ത് കൃത്യമായിട്ടാണത് പറഞ്ഞത്. ഈ ഇത്രയധികം ലാഘവത്തോടെ നിർലജ്ജം ഇത്തരം കാര്യങ്ങളെപ്പറ്റി യാതൊരു ഈ എന്താ പറയുന്നത് ഫീഡ്ബാക്സ് എടുക്കാതെ ഇദ്ദേഹത്തിന് കിട്ടാൻ എന്തെല്ലാം ഫീഡ്ബാക്സ് ഉണ്ട് റെജി. അദ്ദേഹം ആ മന്ത്രിയുടെ കസേര ഇരിക്കുന്ന ആളല്ലേ? ഫോൺ ചെയ്താൽ കിട്ടുമല്ലോ വിവരങ്ങൾ ഇല്ലേ? ഇതൊന്നും ഇല്ലാതെ വിളിച്ചു പറയുകയാണ്.
എന്തൊക്കെയാണ് പറയുന്നത്? ജനങ്ങളുടെ ദുരിതമൊന്നും ദുരന്തമൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. ഇതൊക്കെ ആരുടെയെങ്കിലും പുറത്ത് ചാരാനാണോ വ്യഗ്രത കാണിക്കേണ്ടത് ഈ സമയത്തെങ്കിലും? ഇത് കേരളത്തിൽ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു ദുരന്തം വളരെ ലഘുവാണിത്. പക്ഷേ അവിടെ ഉണ്ടായത് ആൾക്കാരുടെ ജീവൻ പോവുക തന്നെയല്ലേ? ആൾക്കാരുടെ ജീവൻ പോയ ആ സാഹചര്യത്തിലല്ലേ നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്? ആ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഉത്തരവാദികൾ ആരൊക്കെയാണ്? മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൈ എഴുതാൻ പറ്റുമോ റജി? മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് ഒരു കോസ് ആൻഡ് റീസൺ ഉണ്ടാവണമല്ലോ. ആ കോസ് എന്താണ്, റീസൺ എന്താണ്, അതാണ് നിങ്ങൾ പറയേണ്ടത്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കേരള ജനതയോട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ഞാൻ ശ്രീ ശശീന്ദ്രനിലേക്ക് വരും മുമ്പ് ശ്രീ റജി, ഈ ഉയർന്നു വന്ന നിരീക്ഷണങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. കാരണം ഇത് ഒരു അനുഭവമാണ് കേരളത്തെ സംബന്ധിച്ച്. സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കുറെ കൂടി ജാഗ്രതയോടെ ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാവുന്നുണ്ടോ? ആ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം ആ നിലയിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ മികവോടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അതിജീവിച്ച് മികവോടെ നിൽക്കുന്ന എത്ര അനുഭവങ്ങളിൽ കണ്ട ഒരു നാടാണ് ശ്രീ റജി കേരളം. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആളുകൾക്ക് അത് വേഗം മനസ്സിലാകും. അങ്ങനെ ഒരു നിസ്സഹായത പറയേണ്ടതല്ല സർക്കാർ. ഒരു കരാറുകാരൻ പറഞ്ഞില്ല, കേട്ടില്ല, അത് പിച്ചി മാന്തി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അവരോട് മണ്ണ് മാറ്റാൻ പറഞ്ഞു, അവർ മണ്ണ് മാറ്റിയില്ല എന്ന് ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ നിന്ന് പറഞ്ഞാൽ മനുഷ്യൻ മണ്ണിനടിയിൽ കിടക്കുകയാണ്, ജീവന് വേണ്ടി പിടയുകയാണ്. 3 or 4 ആ നേരത്ത് മരിച്ചു മനുഷ്യർ. അപ്പോഴാണ് ഈ പറച്ചിൽ. അപ്പോൾ എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. മോണിറ്ററിംഗ് പ്രധാനം. അവിടുത്തെ MLA കൂടിയല്ലേ മന്ത്രി സിദ്ദിഖ്? നേരത്തെ ശ്രീ ശശീന്ദ്രൻ ചോദിച്ചല്ലോ, ഒരു മോണിറ്ററിംഗ് പോലും നടത്തിയിട്ടില്ലല്ലോ. മോണിറ്ററിംഗ് നടത്താതിരുന്നത് എന്താണ്? അപ്പോൾ ഇതൊരു വലിയ അനുഭവമായി സർക്കാർ എടുക്കേണ്ട. ഈ സർക്കാർ തുടങ്ങിയിട്ടേ ഉള്ളൂ. പരസ്പര വിരുദ്ധമായി മന്ത്രിമാരും ബന്ധപ്പെട്ടവരും പറയുന്നു. മന്ത്രി പറയുന്നതല്ല സെക്രട്ടറി പറയുന്നത്, ഒരു മന്ത്രി പറയുന്നതല്ല മറ്റേ മന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രിയുടെ നിസ്സഹായത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതൊരു പാഠമായി അനുഭവമായി എടുത്ത് തിരുത്താൻ സർക്കാർ ശ്രദ്ധിക്കേണ്ടതല്ലേ? നോക്കൂ ശരത്തെ, ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുവാൻ അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ അതിൻ്റെ ഓരോ പോയിന്റും പറയാം. ഇന്ന് ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം ചെയ്തത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എത്തി അവിടെ സാധ്യമായ എല്ലാ നടപടികളും അദ്ദേഹം സ്വീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് 2 മന്ത്രിമാരെ സ്ഥലത്തേക്ക് അയക്കുകയും സാധ്യമായ എല്ലാ നടപടികളും ചെയ്തു. നോക്കൂ, 2017 മുതൽ നമ്മുടെ കേരളം നിരവധി ദുരന്തങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. നിപ്പയുണ്ട്, ഓഖി, അതുപോലെ 2 പ്രളയം, അതിനുശേഷം കൊറോണ ദുരന്തത്തെയും ഒക്കെ നമ്മൾ അതിജീവിച്ചു. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ നിർവഹിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ചെയ്തതിന് തെറ്റെന്നല്ല, എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഇതിന് മുന്നൊരുക്കം നടത്തി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ഈ സംഭവത്തിലെ സാധ്യമായ എല്ലാ നടപടികളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ അത് അദ്ദേഹം ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് നൽകുന്ന ഒരു വ്യാഖ്യാനം അത് തെറ്റിദ്ധാരണാജനകമാണ്. അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ സർക്കാർ എടുത്ത നടപടികളെ കുറിച്ച് ആരും ഈ ചർച്ചയിൽ വിമർശിച്ചു റജിക്ക് തന്നെ നെഞ്ചത്ത് കൈവച്ച് പറയാം. പക്ഷേ 25-ാം തീയതി ആ യോഗമെടുത്ത തീരുമാനം, ഈ മണൽക്കൂന അപകടകരമാണ്, മഴ പെയ്യുന്നു, മഴയുടെ അളവ് വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകണം, ഇത് മാറ്റാൻ സ്ഥലം വേണം, ജില്ലാ ഭരണകൂടത്തിന് കത്ത് കൊടുക്കുന്നു. ഇത്രയൊക്കെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടും അതിലൊരു കഴഞ്ചും മുന്നോട്ട് പോയിട്ടില്ല. ദിവസം 14 ആകാൻ പോകുന്നു എന്ന് വെച്ചാൽ 2 ആഴ്ച. അതിനെയാണ് വിമർശിച്ചത്. അതൊരു പാഠമായി എടുക്കേണ്ടതെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അതും വേണ്ടാന്നാണെങ്കിൽ നല്ലത്. ശ്രീ ശരത്ത്, ശ്രീ രതീഷ് ചക്രപാണി അദ്ദേഹം പറഞ്ഞപ്പോൾ ദുരന്തത്തിൻ്റെ നടപടി സ്വീകരിച്ചില്ല എന്ന് പരാമർശിച്ചതുകൊണ്ടാണ് ഞാൻ ആ പദം പ്രയോഗിച്ചത്. ബഹുമാനനായ നമ്മുടെ ജയചന്ദ്രൻ സാറ് അദ്ദേഹം പറഞ്ഞു മഴയുടെ അളവ് അറിഞ്ഞില്ല എന്ന്. ജയചന്ദ്രൻ സാറെ, 225 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്, കൃത്യമായ കണക്കുണ്ട്, അത് അറിഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള നടപടികളാണ് അവിടെ സ്വീകരിക്കുന്നത്. പിന്നെ അവിടെ ഈ തൊഴിലാളി എങ്ങനെ നിൽക്കാമോ? പിന്നെ ഇവിടെ കൊടുത്ത യെല്ലോ അലർട്ടാണ് സാർ, ഇവിടുന്ന് കേരളം കൊടുത്തത് യെല്ലോ അലർട്ടാണ്. അങ്ങനെ പറഞ്ഞു പോയാൽ നോക്കൂ, അങ്ങയുടെയും ഈ രതീഷ് ചക്രപാണി അദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി കേരളത്തിൽ ആദ്യമായിട്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നതെന്നുള്ളൊരു ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിൽഡപ്പാണ് ചെയ്തു വരുന്നത്. 1/4 നൂറ്റാണ്ടോളം കേരളം ഭരിച്ച അനുഭവമാണ് കോൺഗ്രസിനുള്ളത്, UDF-നുള്ളത്. മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ
പിന്നെ ബഹുമാന്യനായ ജയചന്ദ്രൻ സാറ് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. കാരണം ഈ വർക്ക് കേരളത്തിലെ PWD ഡിപ്പാർട്ട്മെൻറ്റാണ് നിർവഹിക്കുന്നതെന്ന് എൻ്റെ ജയചന്ദ്രൻ സാർ ഒന്നും പറഞ്ഞില്ല. ഇതുപോലൊരു വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കില്ല. അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതെന്നാണ് നിങ്ങളുടെ സർക്കാരിന്റെ മിനിറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നതൊന്നും തോന്നരുത്. നമ്മുടെ സർക്കാരാണ് എഴുതി വെച്ചിരിക്കുന്നതാണത്. അത് മന്ത്രിക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. പൊതുമരാമത്ത് മന്ത്രി ബഷീറിന് അറിഞ്ഞൂടെ? നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. എന്നിട്ട് കൽപ്പറ്റ റോഡ് സബ് ഡിവിഷനെ ചുമതലപ്പെടുത്തുന്ന നടപടികൾ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. സാധ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും നൽകി. അപ്പോൾ നിയമത്തെയും നിർദ്ദേശത്തെയും അവഗണിച്ചുകൊണ്ട് ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ നിയമപരമായിട്ട് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ശരി, ഞാൻ ശ്രീ ശശീന്ദ്രനിലേക്ക്. പക്ഷേ ആ വാദവും നിലനിൽക്കാത്തതാണ് എന്ന് സർക്കാരിൻ്റെ ഈ മിനിറ്റ്സ് 25-ാം തീയതിയിലത്തെ യോഗത്തിൻ്റെ മിനിറ്റ്സ് കണ്ടാൽ മനസ്സിലാകുമെന്ന് പറയേണ്ടി വരുന്നു. കാരണം ആ കരാറുകാരടക്കം അവരുടെ പ്രശ്നം പറയുന്നു, ഭൂമി ലഭ്യതയില്ല, അത് കണ്ടെത്തിത്തരണം, ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായം തേടാൻ തീരുമാനിച്ചു, അപേക്ഷ കൊടുക്കുന്നു, ഇതെല്ലാം സംഭവിച്ചു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണ്ണമായ ഒരു ദുരന്ത സമാനമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഞാനതിൽ മറ്റു വിശദാംശങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ശ്രീ ശശീന്ദ്രൻ, ഈ ചർച്ചയൊക്കെ താങ്കൾ കേൾക്കുകയാണല്ലോ. ഇത് ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനായിട്ടുള്ള ശ്രീ റജി, അദ്ദേഹം മാത്രമല്ല കോൺഗ്രസ് അനുബന്ധ മേഖലകളിൽ നിന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നേരെ പോകുന്നത് തുരങ്കപാതയിലേക്കാണ്. തുരങ്കപാതയുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചു എന്ന നിലയിലേക്ക് പറയാൻ ശ്രമിക്കുന്നു. ആ നിലയിലേക്ക് അതിനെ വഴി മാറ്റിവിടാൻ ശ്രമിക്കുന്നു. പക്ഷേ ആളുകളൊക്കെ വന്ന് അതല്ല ഇവിടെ സംഭവിച്ച ഇതാണ്, ഈ മണ്ണ് മാറ്റിയാൽ ഈ ദുരന്തമില്ല സാർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തുരങ്കപാതയെ അതിനോടുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ്റെ അനിഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ചർച്ചകളിൽ ശ്രമിക്കുന്നത്. ഉണ്ടായ പിഴവുകൾ അഡ്മിറ്റ് ചെയ്യാനോ അത് ആവർത്തിക്കാതിരിക്കും വിധത്തിലേക്ക് സർക്കാർ കർക്കശമായി തുടർന്ന് പ്രവർത്തിക്കുമെന്ന് പറയാനോ അല്ല, പകരം തുരങ്കപാതയോടുള്ള അനിഷ്ടത്തിലേക്ക് ഈ വിഷയത്തെ വഴിമാറ്റുന്നുണ്ടോ? ഈ ദുരന്തം നമ്മളെല്ലാവരും വേദനിപ്പിച്ച, വളരെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം തന്നെയാണ്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അടിയന്തരമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാവരും കൂടെ ചേർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഈ പ്രവർത്തനങ്ങളാകെ ഏറ്റെടുത്ത് നടത്തിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരെ ഏൽപ്പിച്ചത് തന്നെ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുക തുടങ്ങിയ നിയമങ്ങൾ നാട്ടിനകത്തുണ്ട്. ഒരു സംസ്ഥാന ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല അത്. അതുകൊണ്ടാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം ഒരു വർഷക്കാലത്തെ പഠനമാണ്, 2022-23 ഒരു വർഷക്കാലത്തെ പഠനമാണ് കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ക്ലിയറൻസ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പ്രിയപ്പെട്ട രജിക്ക് അറിയാത്തതല്ലല്ലോ. നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ നാട്ടിനകത്ത്. ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചില ആൾക്കാർ പോയി. അവരെല്ലാം തള്ളി, നമുക്ക് അനുവാദം തന്നു. അനുവാദം തരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. EMC എന്ന് പറയും, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ആവശ്യാനുസരണം യോഗം ചേർന്ന് എല്ലാ നടപടികളും സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരു യോഗത്തിൻ്റെ ഭാഗമാണ് ജൂൺ 25-ാം തീയതി ചേർന്ന യോഗം. ആ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് റജി പ്രധാനപ്പെട്ട കാര്യം. അതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അതിൽ വീഴ്ച ആർക്കാണ് സംഭവിച്ചത്? പ്രിയപ്പെട്ട സിദ്ദിഖ് ഞങ്ങളുടെ മന്ത്രി കൂടിയാണ്, ഞങ്ങളുടെ MLA കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യനിർമ്മിതമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? അവിടെയാണ് വിഷയം. 3 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടല്ലോ, 5-8 പേരെ കാണാതായല്ലോ. അവരെ എന്താണ് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് നമ്മൾ മരണം 3 ഇപ്പം നിജപ്പെടുത്താം, അല്ലെങ്കിൽ 4 മാധ്യമങ്ങളൊക്കെ പറയുന്നത് നിജപ്പെടുത്താം. ബാക്കിയുള്ളവരുടെയും കൂടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറുപടി പറയണമല്ലോ. ഇതിനാരാണ് ഉത്തരവാദി? ഇന്ന് 18 പേർ അവിടെ പണിയെടുത്തിട്ടുണ്ട്. അവിടെ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. 18 പേർ തൊഴിലാളികളാണ്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവരവിടെ തൊഴിലെടുത്തതിനെ നിസ്സാരവൽക്കരിച്ച് കാണുകയാണോ വേണ്ടത്? അവരാ പണിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ 3 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമായിരുന്നോ? അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെയാണ് വിഷയം. ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ചെയ്തില്ല. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ യോഗത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണൻ എന്ന് പറയുന്ന പോലെയാണോ
പൊതുമരാമത്ത് മന്ത്രി മറുപടി പറയേണ്ടത്. ഏതെല്ലാം പദ്ധതികൾ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രയാസങ്ങളെ അതിജീവിക്കേണ്ട ഉത്തരവാദിത്വവും അതിനെ പ്രയാസങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിലാണ് നിക്ഷിപ്തം. കമ്പനി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എന്ന നിങ്ങളുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ആ കമ്പനിയെ കൊണ്ട് പറഞ്ഞ് കേൾപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്വമില്ല, അതിന് കഴിവില്ല. അതിനുള്ള കഴിവ് ഈ ഗവൺമെൻറ് ഉണ്ടാകണ്ടേ, ആ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അതുവഴി ഇതെല്ലാം തുരങ്കപാത നിർമ്മാണത്തിൻ്റെ ഭാഗമാണെന്ന് വഴിതിരിച്ചു വിട്ട് നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലും അവിടെ കൂട്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള മണ്ണിൻ്റെ ആഘാതങ്ങളും അതെല്ലാം ഈ ദുരന്തത്തെ വ്യാപ്തിയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. അത് കാണുന്നതിന് പകരം ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ മറ്റാരെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ കഴിയുമോ, ഈ തുരങ്ക പദ്ധതി തന്നെ വേണ്ടാന്ന് വെക്കാൻ കഴിയുമോ എന്ന രീതിയിൽ ആലോചിക്കുന്നത് ശരിയല്ല. ഒന്ന്. രണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിച്ച ശേഷം സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി, അദ്ദേഹവും മന്ത്രിയാണ്, കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ദുരന്തമായി അദ്ദേഹത്തിന് അറിയാമല്ലോ. പുത്തുമലയിലുണ്ടായ സംഭവവികാസങ്ങളും ചൂരന്മലയിലുള്ള സംഭവവികാസങ്ങളെല്ലാം നല്ലപോലെ അദ്ദേഹത്തിന് അറിയാമല്ലോ. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടിയന്തര ശ്രദ്ധ MLA എന്ന നിലക്ക്, സ്ഥല MLA മന്ത്രി കൂടിയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞ് ആവശ്യമായ ഇടപെടൽ അദ്ദേഹം നടത്തണ്ടേ? അത് നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതെല്ലാം രേഖാമൂലമുള്ളതാണ്, അല്ലാണ്ട് അത് ഓരോരുത്തരുടെയും നിഗമനങ്ങളല്ല. ജൂൺ 25-ാം തീയതി ചേർന്നിട്ടുള്ള യോഗത്തിൻ്റെ അത്തരം കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിൽ വന്നിട്ടുള്ള വലിയ വീഴ്ച അത് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഒരു തുരങ്കപാത നിർമ്മിച്ചാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്നത് ബോധപൂർവം നടത്തുന്ന തെറ്റായ പ്രചാരവേലയുടെ ഭാഗമാണ്. എത്രയോ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളിൽ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ഉണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാവട്ടെ പരിസ്ഥിതി സൗഹൃദ വികസന പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് നടത്തിയിരുന്നത്. പരിസ്ഥിതിയെ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കിയിട്ടുണ്ട്, വികസനത്തെയും കണക്കാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രം പോരാ എന്ന നിലയായിരുന്നു ആ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണല്ലോ. ഇപ്പം 3 പേർ മരിച്ചല്ലോ, മരിച്ചതിനാരാ ഉത്തരവാദി? അതല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. ആ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ആൾക്കാർ ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ രാഷ്ട്രീയമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദുരന്തമുഖത്ത് ഞങ്ങളെല്ലാവരും ആളുകളെ രക്ഷപ്പെടുത്താനും ആളുകളുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ മിൻസ് വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ശരി. ഇന്ന് വൈകുന്നേരം മന്ത്രിമാർ ഹെലികോപ്റ്ററിൽ അവിടേക്ക് പോകുന്ന ഒരു ചിത്രം ഒരു മന്ത്രി പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആളുകൾ വന്ന് അതേക്കുറിച്ച് പലതും ചോദിച്ചു. അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഹെലികോപ്റ്റർ കേരളത്തിൽ പറന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിലത് ചോദിച്ചു. ഒരുപാട് ആളുകൾ ചോദിച്ചതിനെ തുടർന്നാവണം ആ പോസ്റ്റ് ഒഴിവാക്കേണ്ടി, ആ ചിത്രം ഒഴിവാക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദുരന്തം പ്രകൃതി ദുരന്തങ്ങളാകാം, മനുഷ്യനിർമ്മിതമായ ഇതുപോലെ ഇന്ന് കണ്ടതുപോലുള്ള ദുരന്തങ്ങളാകാം. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ കേരളം ഒരു കൃത്യമായി സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളം എങ്ങനെ വേണമെങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി കേരളത്തിന് ഇന്നുണ്ട്. കഴിഞ്ഞൊരു 10 വർഷക്കാലം നമ്മളത് നന്നായി അതിലൂടെ കടന്നുപോയ മനുഷ്യരാണ്. ആ മികവ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഈ പുതിയ സർക്കാർ ആ തിരിച്ചറിവ് നടത്തണ്ടേ? അതിൽ തങ്ങൾ എവിടെ നിൽക്കുന്നു? തങ്ങൾ യോഗം ചേർന്ന് മിനിറ്റ്സ് എഴുതിയിട്ടാൽ തീരുമാനം അവിടെ കിടക്കുകയുള്ളൂ. ഒരു കാര്യവും നടക്കില്ല. അതിന് ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് മാറണം എന്നൊരു മെസ്സേജ് ഈ ദുരന്തം സർക്കാരിന് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരത്തെ, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന് റജി എന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഞാൻ ഈ ഗവൺമെൻറ് ദുരന്തത്തിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു നടപടികളെയും ഞാനിവിടെ വിമർശിച്ചില്ല. ആകെ പറഞ്ഞത് ഈ ദുരന്തം മാൻമെയ്ഡ് ആണ് എന്നുള്ളത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സതീശനും അതുപോലെ തന്നെ PK ബഷീറോടക്കം എല്ലാവരും പറഞ്ഞപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മണ്ണ് മാറ്റേണ്ട ആളുകൾ ആ മാറ്റാനായിട്ട് ഞങ്ങൾ കമ്പനിയോട് പറഞ്ഞു, അത് ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടവരാണോ എന്ന് പറയുന്ന ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഉന്നയിച്ചത്. അതിൽ എനിക്കിപ്പോഴും യാതൊരു ഖേദവുമില്ല. സത്യത്തിൽ അത് കുറച്ചുകൂടി രൂക്ഷമായി പറയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 3 പേർ അതിൻ്റെ പുറത്ത് കൊല്ലപ്പെട്ട് കഴിഞ്ഞു, 4-5ഓളം പേരെ ഇനി കാണാനില്ല. അപ്പോൾ ആ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഇത് അത്യന്തം നമ്മളെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. റജി അതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ശരത്ത് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നമ്മൾ കേരളത്തിൽ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷിരൂർ മണ്ണിടിച്ചിലിൽപ്പെട്ട ഒരാൾ അകത്ത് പോയപ്പോൾ കർണാടകത്തിലെ മാധ്യമങ്ങളും അവിടെയുള്ള വലിയ പോലീസ് ഓഫീസേഴ്സും ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു, ഒരാൾക്ക് വേണ്ടി ഇത്രത്തോളം എഫേർട്ട് എടുക്കണോ എന്നുള്ള കാര്യം പോലും ചോദിച്ചിരുന്നു. കാരണം അത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പതിവില്ലാത്തതാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. നമ്മൾ ദുരന്തമുഖങ്ങളിൽ നമ്മൾ വളരെ കയ്യും മെയ്യും മറന്ന് നമ്മൾ ആളുകളെ സഹായിക്കാൻ ഇറങ്ങുന്ന ആളുകളാണ്. അത്തരത്തിൽ നമ്മൾ
പ്രളയത്തിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയതൊക്കെ തന്നെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഗവൺമെൻറ്റും അതിനോട് ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അതിൽ നിന്ന് ഈ ഗവൺമെൻറ് പുറകോട്ട് പോകുന്നു എന്ന് പറയുന്ന സംശയം ജനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ അദീല അബ്ദുള്ള എന്ന് പറയുന്ന IAS കളക്ടർ, അതായത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെ ഇന്ന് പറയുന്ന ഒരു വാചകം കേട്ട് ഞാൻ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഞങ്ങളവിടെ പണി നിർത്തിവെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കൂടുതൽ പണിക്കാരുണ്ടായേനെ, കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടേനെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ കാര്യങ്ങൾ കൃത്യമാണ്. ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു. പക്ഷേ നടപടികൾ എടുത്തില്ല. അവർ നടപടി എടുത്തത് അവിടെ പണി നിർത്തിവെക്കും, നിങ്ങൾ കൂടുതൽ തൊഴിലാളികൾ ഇടലേന്ന് മാത്രം പറഞ്ഞു എന്നാണ് ഒന്ന്. ഇനി രണ്ടാമത്തത് PK ബഷീർ പറയുന്നത് ഞങ്ങളല്ല, ഇത് പൊതുമരാമത്ത് വകുപ്പല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈയൊഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ദുരന്ത മുഖത്ത് ഒരിക്കലും കേൾക്കാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും, ഈവൻ ഞാൻ മുഖ്യമന്ത്രിയൊക്കെ ലീഡ് ചെയ്യുന്നതുകൊണ്ടാകാം ഗവൺമെൻറ് സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി, എന്താണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ഒരുപക്ഷെ ഇവരെങ്കിലും ചർച്ച ചെയ്യാതിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇന്നൊരു ദിവസം ഇത് ചർച്ച ചെയ്യില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല, കാരണം ഇവർ തന്നെ പറയുന്നത് ഞങ്ങളുടെ കാലത്തല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ, നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ ശരത്തെ, ഇപ്പം എരണം കെട്ട എന്നുള്ള വാക്കൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഉപയോഗിച്ച ഒരു കാലഘട്ടം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, പിണറായി സർക്കാർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇപ്പം 45 ദിവസങ്ങൾ പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ അവരെല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PM ശ്രീ മുതൽ അവരെടുക്കുന്ന എല്ലാ പരിപാടികളിലും യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിൻ്റെ കുഴപ്പങ്ങളുണ്ട് അത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുൻ സർക്കാരിനെയും മുൻ ഭരണാധികാരിയെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ വിചാരിച്ചത് ഈ ദുരന്ത മുഖത്തെങ്കിലും അത്തരത്തിലുള്ളൊരു പ്രചരണം ഇവർ നടത്തില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെയും കൈവിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ് തെറ്റായിട്ടുള്ള കാര്യം നടക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ജയചന്ദ്രൻ സാറും പറഞ്ഞു, അതായത് സുപ്രീം കോടതി ഇതെടുത്ത് കാറ്റിൽ കളഞ്ഞു. എന്ത് പറഞ്ഞാണ് കാറ്റിൽ കളഞ്ഞത്? ഇപ്പം സൂര്യകാന്തും അതുപോലെ ബാക്സിയും അടക്കമുള്ള 2 അംഗ ബെഞ്ച് പറഞ്ഞ വാചകം എന്താണ്, ഇത് പ്രൊജക്റ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ഇത് ദേശീയ പ്രാധാന്യമുള്ള ഒരു പ്രൊജക്റ്റാണ്, ഇന്ത്യയിലെ 3ാമത്തെ ഇത്തരത്തിലുള്ള ട്യൂബ് ടണലിൻ്റെ നിർമ്മാണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധിയിൽ ഇതെടുത്ത് എന്ത് ചെയ്തത്, ബാക്കിയുള്ളവരെ ഓടിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ലീഗൽ വെറ്റിംഗ് കൂടി നടന്നിട്ടുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് വളരെ എളുപ്പത്തിൽ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെ കത്തി കൊണ്ട് കുത്തുന്നു, എന്നിട്ട് പറയുകയാണ് കത്തി ഉണ്ടാക്കിയത് പ്രശ്നമായി പോയി എന്ന് പറയുന്ന ലാഘവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ള അതിശയമാണ് ഞാൻ പറഞ്ഞത്. റജി, ഞാൻ ഇതിന് ശേഷം അതായത് ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു നടപടി, ദുരന്തമുഖത്ത് ഉണ്ടായിട്ടുള്ള ഒരു നടപടിയും ഞാൻ വിമർശിച്ചിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള രേഖകൾ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളുടെ തന്നെ കുറ്റസമ്മതങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. റജി, ഇതാണ് അതിലെ പ്രശ്നം. അതായത് 25-ലെ യോഗത്തിന് ശേഷം ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പാക്കാതിരുന്ന ഒരു അലംഭാവം സംഭവിച്ചിട്ടുണ്ട്. അത് മന്ത്രിമാരും സർക്കാരും തന്നെ തിരിച്ചറിയുന്നു. റജിക്ക് ചർച്ചയിൽ അത് റജിക്ക് അംഗീകരിക്കാൻ എവിടെയോ ഒരു ചില ബുദ്ധിമുട്ടുള്ളത് പോലെയുണ്ട്. എന്തുവാവട്ടെ, പക്ഷേ അനുഭവം പാഠമാകണ്ടേ? നോക്കൂ, സാധ്യമായ എല്ലാ നടപടികളും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ എന്താണോ സാധ്യമായിട്ടുള്ളത് അത് മുഴുവൻ നിർവഹിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രം നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഖിയുടെയും നിപ്പയുടെയും കൊറോണയുടെയും അതുപോലെ 2 മഹാപ്രളയത്തിൻ്റെയും കാലഘട്ടത്തിൽ നിർവഹിച്ചതിനേക്കാൾ അപ്പുറമായി ഇത് സംഭവിച്ച ഉടൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ എത്തി അതിന് ഏകോപനം ചുമതല ഏറ്റെടുക്കുകയാണ്. 2 മന്ത്രിമാരെ ഉടനടി നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശത്തേക്ക് പറഞ്ഞത് മനസ്സിലാകാത്തതാണെങ്കിൽ ഞാനൊന്നുകൂടി പറയാം. അതിന് അംഗീകരിച്ചെന്നേ, അത് നമ്മൾ ചെയ്യണം. മുഖ്യമന്ത്രി എടുത്ത നല്ല തീരുമാനങ്ങൾ, അദ്ദേഹം ദുരന്ത നിവാരണ ആസ്ഥാനത്ത് ചെന്നതും നേരിട്ട് അവിടെ എത്തിയതും ഒക്കെ നല്ല കാര്യം. മന്ത്രിമാരെ അയച്ചതും അതൊന്നും ആരും വേണ്ടാന്ന് പറഞ്ഞത്, അതൊക്കെ വേണ്ടത് തന്നെയാണ്. നമ്മൾ അക്കാര്യത്തിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അത് ഈ സർക്കാരും ചെയ്യണം. പക്ഷേ 25-ലെ യോഗത്തിന് ശേഷം ഈ ദുരന്തമുണ്ടായ ഈ ദിവസം വരെ ഇതിനിടയിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോയല്ലോ. ആ കുറ്റബോധം, അതിൻ്റെ വിഷമം മന്ത്രിമാർക്കുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പ്രതികരണങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണ്ടേ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ശക്തമായ നിയമവും അല്ലെങ്കിൽ നിർദ്ദേശവും ഉത്തരവും നൽകിയിട്ടും അവിടെ കൂട്ടിയ ആ മൺകൂന മാറ്റാനുള്ള പ്രൈമറി ഉത്തരവാദിത്വം അത് നിർവഹിച്ച അതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കമ്പനിക്കാണല്ലോ. അവരത് നിർവഹിക്കാതെ ഈ മാൻമെയ്ഡ് ദുരന്തം സൃഷ്ടിച്ചതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്വത്തിൽ നിന്നും നടപടികളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ശ്രീ ജയചന്ദ്രൻ, ഒരു കാര്യം വ്യക്തമായി, ഇത് തുരങ്കത്തെ പഴിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രകൃതി ദുരന്തമല്ല, ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന്
ശ്രീ റെജിയും ഈ ചർച്ചയിൽ സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. കരാറുകാരാണ് അതിൻ്റെ ഉത്തരവാദി എന്നുകൂടിയാണ് റെജി കൺക്ലൂഡ് ചെയ്യുന്നത്. ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു മേഖലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെക്കുറിച്ച് കേരളം വലിയ പ്രതിബന്ധങ്ങളെ നേരിടുന്നൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയ ക്രൈസിസ് മാനേജ് ചെയ്യുന്ന ആളായി മാറുന്ന മുഖ്യമന്ത്രി എന്ന് വലിയ വിലയിരുത്തലുകൾ അത് വെറും വിലയിരുത്തലുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സർക്കാർ അത് പാഠമാക്കണ്ടേ? ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കുന്നു, അനാസ്ഥ പരിശോധിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും കുറ്റപ്പെടുത്തലുകൾക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുമ്പോൾ ഇട്ട പടം ഒരു മന്ത്രിക്ക് പിൻവലിക്കേണ്ടി വരുന്നത് മുൻപ് പറഞ്ഞിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും ഒക്കെ കൊണ്ടാകണമല്ലോ. കുറെ കൂടി പക്വമായ ക്രൈസിസ് മാനേജ്മെൻറ്റ് രംഗത്ത് ഈ സർക്കാർ മാറേണ്ടതുണ്ട് എന്ന് തിരിച്ചറിവ് സർക്കാരിനുണ്ടാകുമോ? പിന്നെ ശരത്ത്, എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഇവരാഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ചർച്ചയിൽ റജി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, മറ്റു പലരും പ്രതികരിച്ചല്ലോ, നേതാക്കളൊക്കെ. എനിക്ക് തോന്നിയൊരു കാര്യം, ഇവർക്ക് ആവശ്യം എന്താണ്? ഇനി ഇതിൻ്റെ മറവിൽ ഈ തുരങ്കപാതയുടെ നിർമ്മാണം നിർത്തിവെക്കണം. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യവും ലക്ഷ്യവും. അതാണ് റജി ഒരു കാര്യം മനസ്സിലാക്കണം, ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്നാ അറിയാമോ? ഈ സമയബന്ധിതമായി എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് സ്റ്റഡി, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ട് അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അത് സംബന്ധിച്ച് വ്യക്തമായി പരിശോധിക്കുകയും അവർ 60ഓളം 60ഓളം കാര്യങ്ങൾ അവർ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞതെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഈ തുരങ്കപാതയ്ക്ക് നിർമ്മാണം തുടങ്ങിയത്. അതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് തുരങ്കപാതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ നിഴലിൽ ഈ പദ്ധതി വയനാട് തുരങ്കപാത എന്ന പദ്ധതി ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ള ആ ദുഷ്ടമനസ്ഥിതി ഉണ്ടല്ലോ. കോൺഗ്രസിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അടക്കം കാണിച്ച സംഗതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളിത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ റീൽസൊന്നും ഇപ്പോഴും പോയിട്ടില്ല റജി. അപ്പോൾ ആ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളിപ്പോൾ ഇതിനൊരു മാർഗമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ തുരങ്കപാത നിർമ്മാണം തടയാൻ കഴിഞ്ഞേക്കാം. നാളെ വരുന്ന മറ്റൊരു സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്തേക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ റജി ഇവിടെ ശരത്തിനോട് ഏറ്റവും അവസാനത്തെ മറുപടിയിലും പറഞ്ഞത് പിന്നെ അവിടെ ഈ കരാർ കമ്പനി ചെയ്ത കാര്യത്തിനെ സംബന്ധിച്ചാണല്ലോ കുഴപ്പം. പക്ഷേ എന്താണ് പിന്നെ സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ള പറയുന്നത്? അവർക്ക് അവിടുത്തെ സാഹചര്യം അറിയാവുന്ന വയനാട്ടുകാരിയാണല്ലോ അവർ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ ഇന്നടക്കം പണിക്ക് വിടരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ തൊഴിലാളികളെ പണിക്കിറക്കിയതിന് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരാളും, PWDയുടെ കീഴിൽ ഒരാളും, അതിന് ഒരു സൂപ്പർവൈസറി ചാർജുള്ള ഒറ്റയാളും ഇല്ലാതെ പോയല്ലോ റജി. എല്ലാം നിങ്ങൾ കമ്പനിയുടെ തലയിൽ വെക്കുമ്പോൾ അതാണ് ശ്രീ ജയചന്ദ്രൻ, അതാണ് മനസ്സിലാകാത്തത്. മുൻപായിരുന്നുവെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ സർക്കാർ കൊടുത്താൽ അത് പാലിക്കാൻ, അത് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങുമായിരുന്നു. അല്ലാതെ ഈ തീരുമാനങ്ങൾ ഈ മിനിറ്റ്സ് ബുക്കിൽ മാത്രം ഉറങ്ങില്ലായിരുന്നു. അത് പാലിക്കാൻ കരാറുകാരന് വലിയ ജാഗ്രത ഉണ്ടാകുമായിരുന്നു. ഇല്ലെങ്കിൽ പിടി വീഴും, കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാകും, അതിൻ്റെ ഭവിഷ്യത്ത് വേറെയാകുമെന്നൊരു മെസ്സേജ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു അനുഭവം കൂടിയാണ് ഈ കള്ളാടിയിലെ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ആ ബാധ്യത ഉണ്ടായിരുന്നു. അതെ, ആ ചുമതലാബോധം, ഉത്തരവാദിത്വം, ബാധ്യത, ഇതൊന്നും ഏറ്റെടുക്കാൻ അവിടെ ആരും ഇല്ല. എല്ലാം ഒരു കരാറുകാരൻ്റെ ചുമലിലിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോകാൻ നോക്കുന്നത്? അങ്ങനെ ഓടിപ്പോകാൻ കഴിയുമോ ഒരു ഗവൺമെൻറ്റിന്? ഇത് പിന്നെ അവിടുത്തെ പഴയകാല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം കൊടുത്തതുപോലെ നിങ്ങൾ ഈ കമ്പനിക്ക് അങ്ങ് ഭരണം കൊടുത്തിരിക്കുകയാണ്? അല്ലല്ലോ, ഗവൺമെൻറ് കീഴിലല്ലേ എല്ലാം. അപ്പോൾ എന്തായിരുന്നു അവിടെ ഈ സൂപ്പർവൈസറി ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ എവിടെയാണ്, ആരാണ്, എന്താണ് എന്നൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് പോകാനൊന്നും കഴിയില്ല. ശശിയേട്ടൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. തീർച്ചയായും അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നതുകൂടി ദയവായി ഓർക്കുക. കാരണം നോക്കൂ, മന്ത്രിയുടെ നിർദ്ദേശാനുസരണം, PK ബഷീർ എന്ന് പറയുന്ന മന്ത്രിയുടെ നിർദ്ദേശാനുസരണം യോഗം ചേർന്നതും ആ യോഗം മുന്നോട്ട് കൊണ്ടുപോയതും വളരെ പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരാണ്. അവരെടുത്ത തീരുമാനം നടപ്പാക്കാൻ ഈ കേരളത്തിൽ, വയനാട്ടിൽ ഇതുപോലെ വളരെ ഗൗരവമുള്ളൊരു ഭൂപ്രദേശത്ത്, കനത്ത മഴ പെയ്യുന്ന പ്രദേശത്ത് വളരെ അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ജനങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടൊരു സർക്കാർ എടുത്ത തീരുമാനം നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കരാറുകാരനെ പഴിക്കുന്ന ആ സർക്കാർ സമീപനം ആരേറ്റെടുക്കും? വലിയൊരു ജാഗ്രത സർക്കാരിന് വേണ്ടതുണ്ടോ? ഇതൊരു പാഠമായി കാണണമോ എന്നുള്ളതാണ് ഈ ചർച്ചയുടെ അവസാനമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ആവശ്യവും. ശ്രീ ശശീന്ദ്രൻ, നമുക്കതിൽ കൺക്ലൂഡ് ചെയ്യാം.
എത്ര ബാലിശമായിട്ടാണ് പ്രിയപ്പെട്ട രജി ഇതിനെ സമീപിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ചയുണ്ടായി. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല. അല്ലാണ്ട് ഗവൺമെൻറ് ദുരന്തമുണ്ടായ ശേഷം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? നാടൊന്നിച്ചതിലൂടെ നിൽക്കുകയല്ലേ. മുഖ്യമന്ത്രി പിന്നെ SDMA ഓഫീസിൽ പോകുന്നതിന് മുമ്പേ നാട്ടുകാർ, അതിലെല്ലാ രാഷ്ട്രീയക്കാരുണ്ട് പ്രിയപ്പെട്ട രജി, നിങ്ങളുടെ പാർട്ടിക്കാരുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ തുടങ്ങിയില്ലേ? അത് കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ്. ഒരു ആപത്തുണ്ടായാൽ എല്ലാവരും ഓടിക്കൂടും, സഹായിക്കും. പിന്നീട് ഗവൺമെൻറ് ഇടപെടലുണ്ടായി, പോലീസും കാര്യങ്ങളൊക്കെ ചേർന്നുകൊണ്ടല്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വരുത്തിയിട്ടുള്ള വീഴ്ച, ഗവൺമെൻറ് ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തതാണ്. ആ വീഴ്ചയുടെ ഫലമായിട്ട് 3 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോയല്ലോ. 5-6 ആൾക്കാരെ കാണാനില്ല. അത് സ്വാഭാവികമായിട്ടും എങ്ങോട്ടെത്തുമെന്ന് നമുക്കറിയാം. കാരണം മണിക്കൂറുകൾ കഴിഞ്ഞല്ലോ കാണാത്തവർ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ട് അതിന് ഉത്തരവാദിയായ ആൾക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു കമ്പനിയുടെ തലയിൽ വെച്ച് പിന്നീട് ഇത് തുരങ്കപാത ആരംഭിച്ചത് കൊണ്ടാണെന്ന് പിണറായി സർക്കാരിനെ ആക്ഷേപിക്കാനൊക്കെ ഒരു അവസരമാക്കി ഉപയോഗിക്കുന്നത് എത്രമാത്രം നിരുത്തരവാദപരമാണ്. രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് ഞാനതൊന്നും പറയാതിരിക്കുന്നത്. അതുകൊണ്ട് ദുരന്തമുഖത്താണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെൻറ് ഒഴിഞ്ഞു മാറിയതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും, ജനങ്ങളോട് പറയേണ്ടി വരും. അതിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒരിക്കലും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതാണ് വിഷയം. അല്ലാതെ തുരങ്കപാത ആരംഭിച്ചതാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ആക്ഷേപങ്ങളെ നമ്മൾ തള്ളിക്കളയല്ലാതെ വേറെന്താ മാർഗം? ഗവൺമെൻറ് ഉത്തരവാദിത്വം ഗവൺമെൻറ് നിർവഹിച്ചില്ല, ഏറ്റവും ലളിതമായ ഭാഷയെ പറഞ്ഞാൽ. തീർച്ചയായും 4 പേർക്കും വളരെയധികം നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു ദുരന്തത്തിൽ ഇപ്പോൾ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ, അതിൽ എല്ലാവരും ഒറ്റ മനസ്സോടെ നിന്ന് തന്നെ പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ദുരന്തത്തിലേക്ക് വഴി തെളിയിച്ച സംഭവങ്ങളുണ്ട്. അതിൽ സർക്കാർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത സുപ്രധാന തീരുമാനങ്ങളുണ്ട് കഴിഞ്ഞ മാസം 25-ന്. പക്ഷേ അതിലൊന്നുപോലും നടപ്പായില്ല. അതുകൊണ്ടാണ് അപകടകരമായ നിലയിൽ അവിടെ നിന്ന് ആ മണൽക്കൂന അത് നീക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുമ്പോൾ കരാറുകാരൻ പറയുന്നു ഇത് മാറ്റാൻ സ്ഥലം വേണം. ജില്ലാ ഭരണാധികാരികളോട് ചോദിക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു, പരസ്പരം ഇതെല്ലാവരും മനസ്സിലാക്കുന്നു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കനത്ത മഴ പെയ്യുമ്പോൾ പോലും അതിനനുസരിച്ച് ആ യോഗമെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാഗ്രതാ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് ഈ ദുരന്തം നമ്മൾ ക്ഷണിച്ചു വരുത്തിയത്. അതാണ് ഇതിലെ പ്രശ്നം. അതിന് ഈ തീരുമാനം എടുത്തിട്ടും ഇത് നടപ്പാക്കാതെ പോയ ആളുകൾ, അതൊരു കരാറുകാരൻ്റെ മാത്രം ചുമലിൽ വെച്ച് കെട്ടാവുന്നതല്ല. അത് സർക്കാർ വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഉത്തരവാദിത്വത്തോടെ വിലയിരുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിന് പിന്നിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ നാളെയും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേരളത്തിന് കഴിയൂ എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്.